വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. സോ മക്കളെ +2 മോഡൽ എക്സാം കഴിഞ്ഞ് നമ്മളിതാ വെയിറ്റിംഗ് ആണ് ബോർഡ് എക്സാമിനായിട്ട്. സോ മോഡൽ എക്സാമിന്റെ പേപ്പർ എന്ന് പറയുമ്പോൾ വലിയൊരു ഡിഫിക്കൽട്ടി ഇല്ലാത്ത പേപ്പർ ആയിരുന്നു. അത്യാവശ്യം എഴുതാൻ പറ്റിയ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പേപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു 20% മാത്രമാണ് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ഉണ്ടാവുള്ളൂ. ഒരു 80%, ഒരു 90% എന്ന് പറയുമ്പോൾ അത് ഈസി തന്നെയാണ്. സോ എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻസ് ഉണ്ട്, എഴുതാൻ പറ്റിയിട്ടില്ല, ആൻസർ മിസ്റ്റേക്ക് വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് കാണുക. അതേപോലെ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, മോഡൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ അതേ മാതൃകയിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അടക്കം നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ മോഡൽ എക്സാമിന്റെ വെയിറ്റേജ് ആണ്. ഇനി ഇത്തവണത്തെ മോഡൽ എക്സാമിന്റെ പേപ്പർ നോക്കുന്ന സമയത്ത് 2025 ബോർഡ് എക്സാമിന്റെ അതേ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് തന്നെയാണ് മോഡൽ എക്സാമിന് വന്നിരിക്കുന്നത്. വെയിറ്റേജിൽ ഭീകരമായിട്ട് എന്ത് വന്നിട്ടില്ല മക്കളെ, മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങൾ എന്ത് ചെയ്യാൻ മിസ് ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന്റെ ആൻസേഴ്സ് പരിശോധിക്കുക, സ്റ്റെപ്സ് അടക്കം നോക്കുക, ചുമ്മാ നോക്കി പോരും, സ്റ്റെപ്സ് അടക്കം നോക്കുക. നിങ്ങൾ എഴുതിയ പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതേപോലെ ഓരോന്നിനും നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ കാണുന്ന സൊല്യൂഷൻ എത്ര മാർക്ക് ലഭിക്കും ഒരു ഐഡിയ ഉണ്ടാവില്ലേ? അത് അവസാനം എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ 1 to 8 ആണ് ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത്. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ്. അതിൽ 6 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് തവണ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, NCERT ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പൊ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. കൺസിഡർ റിലേഷൻ R is equal to xy belongs to R. ഓക്കെ. x മൈനസ് വൈ പറയുമ്പോൾ ഇൻഡിജർ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. xy belongs to R ആണ്, xy ആണ് ഓർഡേർഡ് പെയർ. അങ്ങനെയാണെങ്കിൽ x മൈനസ് വൈ എന്താണ്, ഇൻഡിജർ ആണ്. ഇൻഡിജർ മിസ് എന്ത് ചെയ്യാം, സെറ്റ് വെച്ച് കാണിക്കട്ടെ, ക്യാപിറ്റൽ സെറ്റ് വെച്ച് നമുക്ക് കാണിക്കാം, മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിട്ട് കേട്ടോ. ഷോ ദാറ്റ് R is an equivalence relation. ഇക്വാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റിലേഷൻ എപ്പോഴാണ് ഇക്വാലൻസ് ആവുക, റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ മാത്രമാണ് ഇക്വാലൻസ് ആയിട്ട് പോവാം. മിസ് അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക അല്ലെ, കണ്ടു തീർക്കാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ലാഗ് അടിപ്പിക്കും ഞാൻ. അപ്പൊ ഇത് നമുക്കൊരു ഓവർ സ്പീഡല്ല, ഒരു മീഡിയം സ്പീഡ് പിടിക്കാം. അതായത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, റിഫ്ലെക്സീവ് ആ നോക്കാൻ വേണ്ടി എന്താ കണ്ടീഷൻ, ഫോർ എനി എക്സ് ബിലോങ്സ് ടു ആർ നമുക്കറിയാം XX ബിലോങ്സ് ടു എന്തായിരിക്കണം, XX ബിലോങ്സ് ടു ആർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതെന്ത് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഫോർ എക്സ് ബിലോങ്സ് ടു ആർ, XX ബിലോങ്സ് ടു ആർ ആയിരിക്കണം, അങ്ങനെ മാത്രമേ റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ XX ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഓർഡർഡ് പെയർ XY ആണെങ്കിൽ X മൈനസ് വൈ ഇൻഡിജർ എന്ന് പറയുന്നുണ്ട്. ഓർഡർഡ് പെയർ XX ആണെങ്കിലോ X മൈനസ് എക്സ് ഇൻഡിജർ ആയിരിക്കണം. X മൈനസ് എക്സ് എന്താണ്, 0 ആണ്. 0 പറയുമ്പോൾ എന്താ മക്കളെ, ഇൻഡിജർ വാല്യൂ തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 0 ബിലോങ്സ് ടു സെറ്റ് ആണ്, ഇൻഡിജർ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഫോർ എനി X ബിലോങ്സ് ടു ആർ, XX ബിലോങ്സ് ടു ആർ തന്നെയാണ്. അതുകൊണ്ട് ഇതെന്ത് റിലേഷൻ ആണ്, റിഫ്ലെക്സീവ് ആയിട്ടുള്ള റിലേഷൻ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി സിമെട്രിക്കിന്റെ കേസ് എന്താണ്, നിങ്ങൾ ഡെഫിനേഷൻ അടക്കം പഠിച്ചിരിക്കണം. കോൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്, തിയറി ബൈ ഹാർട്ട് ചെയ്യലല്ല ഇമ്പോർട്ടന്റ്, കോൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. അതായത് ഫോർ എനി XY ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, XY എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ എന്തായാലും ആരുണ്ടായിരിക്കണം, YX ബിലോങ്സ് ടു ആർ ആയിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, സിമെട്രിക് ആവുള്ളൂ എന്നറിയാം മക്കളെ. XY ബിലോങ്സ് ടു ആർ ആണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കണം, X മൈനസ് വൈ എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം XY ബിലോങ്സ് ടു ആർ ആണെങ്കിൽ X മൈനസ് വൈ ബിലോങ്സ് ടു സെറ്റ് ആയിരിക്കും. മിസ് എന്ത് ചെയ്തു, ഈ കാണുന്ന X മൈനസ് വൈ എന്ന് മൈനസ് പുറമേക്ക് എടുക്കുവാണെങ്കിൽ X എന്താവും, മൈനസ് എക്സ് ആവും. മൈനസ് വൈ എന്ന് മൈനസ് പോകുമ്പോൾ പ്ലസ് വൈ ആവും അല്ലെ. ഓക്കെ അല്ലെ. സോ ബിലോങ്സ് ടു സെറ്റ് ആണ്. ഒന്ന് നമുക്ക് മൈനസ് കൊടുത്തു, ആദ്യം മിസ് വൈ എഴുതി, പിന്നെ മൈനസ് എക്സ് എഴുതി, ബിലോങ്സ് ടു സെറ്റ് എന്ന് എഴുതി. നിങ്ങൾ ആലോചിക്കടാ, -5 ഇൻഡിജർ ആണ്, അതേപോലെ 5 എന്താണ്, ഇൻഡിജർ ആണ്. സോ മൈനസ് ഓഫ് y മൈനസ് എക്സ് ഇൻഡിജർ ആണെങ്കിൽ y മൈനസ് എക്സ് എന്തായിരിക്കും, ഇൻഡിജർ ആയിരിക്കില്ലേ. y മൈനസ് എക്സ് ഇൻഡിജർ ആണെങ്കിൽ എന്തായിരിക്കും മനസ്സിലാക്കേണ്ടത്, X മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ XY ബിലോങ്സ് ടു ആർ ആണ്. സോ y മൈനസ് എക്സ് ഇൻഡിജർ ആണെങ്കിൽ YX ബിലോങ്സ് ടു എന്തായിരിക്കും, ആർ തന്നെയാണ്. സോ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്, XY ബിലോങ്സ് ടു ആർ ആണ് ആൻഡ് YX ബിലോങ്സ് ടു ആർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഈ കണ്ടീഷനൊക്കെ ഓക്കെ ആണ്, സിമെട്രിക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ അല്ലെ, സിമെട്രിക് ആണ്. നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി 1 more നമുക്ക് ആവശ്യമുള്ളത് ട്രാൻസിറ്റീവ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് എന്താണ്, ഇപ്പൊ XY ബിലോങ്സ് ടു ആർ ആണ്, അതേപോലെ YZ ബിലോങ്സ് ടു ആർ ആണ്. ഈ രണ്ടും ഉണ്ടായിരിക്കണം, XY ഉണ്ടായിരിക്കണം, YZ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ആരുണ്ടായിരിക്കണം, XZ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഈ സ്മോൾ സെറ്റ് കാണിച്ചിരിക്കുന്നത് ഈ സെറ്റ് ആണ്. ക്യാപിറ്റൽ സെറ്റ് പറയുമ്പോൾ ഇൻഡിജറിന്റെ സെറ്റ് ആണ്, മാറിപ്പോവരുത്. എടാ ആലോചിക്കടാ, XY ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പം എന്താണ്, X മൈനസ് വൈ ബിലോങ്സ് ടു സെറ്റ് ആണ്.
വൈ സെറ്റ് ബിലോങ്സ് ടു ആർ പറയുമ്പം വൈ മൈനസ് സെറ്റ് ബിലോങ്സ് ടു സെറ്റ് ആണ്. നിങ്ങൾ നോക്കണേ, ഇവിടെ എക്സ് മൈനസ് വൈ, ഇവിടെ വൈ മൈനസ് സെറ്റ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, 1 ഒരു ഇൻഡിജർ ആണ്, അതുപോലെ 2 ഒരു ഇൻഡിജർ ആണ്. 1+2 പറയുമ്പോൾ 3 എന്ന് പറയുന്നത് അതും ഒരു ഇൻഡിജർ വാല്യൂ അല്ലേ. അപ്പൊ ഞാൻ ആഡ് ചെയ്യട്ടെ ഇതിനെ, എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെറ്റും മിസ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തായിരിക്കും, ഇൻഡിജർ ആയിരിക്കും. ഈ മൈനസ് വൈയും പ്ലസ് വൈയും കട്ടായി പോയി, എക്സ് മൈനസ് സെറ്റ് എന്ത് വന്നു, ബിലോങ്സ് ടു ഇൻഡിജർ എന്ന് വന്നു. എക്സ് മൈനസ് സെറ്റ് ഇൻഡിജർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, എക്സ് സെറ്റ് ബിലോങ്സ് ടു ആർ ആയിരിക്കും. അപ്പൊ എക്സ് സെറ്റ് ബിലോങ്സ് ടു ആർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവർ രണ്ടുപേരും ഉണ്ട് കൂടെ, എക്സ് സെറ്റ് ബിലോങ്സ് ടു ആർ കൂടെ ആണെങ്കിൽ ദ റിലേഷൻ വിൽ ബി ട്രാൻസിറ്റീവ്. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഈ കാണുന്ന 3 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആലോചിക്കാനില്ലടാ, ഇതെന്തായിരിക്കും, ഇക്വാലൻസ് റിലേഷൻ ആണ്. സോ റിലേഷൻ ആർ ഇസ് എൻ ഇക്വാലൻസ് റിലേഷൻ. ഇതാണ് എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. അറിയാത്ത ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാം ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ അല്ലേടാ, അപ്പൊ നോട്ട് ഡൗൺ ചെയ്യാൻ ആരും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര മാർക്ക്, അഗൈൻ 3 മാർക്കാണ്. പക്ഷെ എന്ത് ചെയ്തു, ഒന്നാമത്തെ ക്വസ്റ്റിന് 1 മാർക്കും രണ്ടാമത്തെ 2 മാർക്കുമാണ്. ഹാപ്പി അല്ലേ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ വെയിറ്റേജ് നിങ്ങൾക്ക് അറിയാം, 3 മാർക്കാണ് ടോട്ടലി കേട്ടോ, മറന്നു പോകണ്ട. ചെറിയ ചാപ്റ്റർ അല്ലേ. സോ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ആണ്. ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ടാൻ എപ്പോഴാ √3 വരിക? അമ്മോ പോയോടാ. ഓക്കെ, ടാൻ എപ്പോഴാണ് മക്കളെ √3 വരിക? ടാനിന്റെ വാല്യൂ എപ്പോഴാ √3 വരിക? ടാൻ π/6 പറയുമ്പോൾ 1/√3 ആണ്, π/4 1 ആണ്, ടാൻ π/3 ആണ് √3 വരിക അല്ലെ. അത് മാത്രം ആലോചിക്കാനുള്ള, വേറൊന്നുമില്ല. അപ്പൊ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 പറയുമ്പോൾ എത്രയാണ്, π/3 ആണ്. സോ സൈൻ π/3 പറയുമ്പോൾ ദ വാല്യൂ വിൽ ബി √3/2 ആണ്. ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ആ കാണുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് പഠിച്ചിരിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ. ഇനി സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരുമ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഇസ് വെരി ഈസി. ഞാൻ അതുപോലെ തന്നെ എഴുതി വെക്കട്ടെ ആദ്യം. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് -x നമുക്കറിയാം, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് x ആണ്. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 മക്കൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -x പറയുമ്പോൾ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x ആണ്. മൈനസ് ചുമ്മാ പുറത്തിട്ടാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, മൈനസ് പുറത്തേക്ക് ഇടുക, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് -x ആണെങ്കിൽ ഇടാ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x ആണ്. മിസ് എന്ത് ചെയ്ത്, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 അങ്ങനെ മാറ്റി എഴുതി, മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതി. അത്രേ ഉള്ളൂ. ടാൻ എപ്പോഴാ 1 വരിക, π/4. ടാൻ π/4 അല്ലേ 1 വരിക. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. കോസിന്റെ വാല്യൂ എപ്പോഴാ 1/2 വരിക, കോസ് π/6 അല്ല, π/4 അല്ല, കോസ് π/3 ആണ്. ഓക്കെ, മൈനസ് ആണ് അല്ലെ, മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ എപ്പോഴാ മക്കളെ 1/2 വരിക, സൈൻ π/6 ആണ് 1/2. ഓക്കെ, ഇതൊന്ന് മിസ് സിംപ്ലിഫൈ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ രസമില്ലല്ലോ. π/4 എന്ന് എഴുതി. ആൻഡ് വി നോ ദാറ്റ് പൈ മൈനസ് π/3 പറയുമ്പം 3π മൈനസ് π/3 ആണ് വരിക കേട്ടോ. പ്ലസ് അല്ല, മൈനസ് π/6 അല്ലേ. ഓക്കെ, സോ π/4 വന്നു. 3π മൈനസ് π പറയുമ്പോൾ 2π ആണ്. 2π/3 വന്നു, മൈനസ് π/6 വന്നു. നിങ്ങൾ LCM എടുത്ത് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഫസ്റ്റ് കൂട്ടി ചെയ്യുവാണെങ്കിൽ ഓക്കെ, എങ്ങനെയാണെങ്കിലും ആൻസർ കിട്ടിയാൽ മതി. LCM എടുക്കുവാണെങ്കിൽ 12 എടുക്കേണ്ടത്. 4 × 3 ആണ് 12. π × 3 പറയുമ്പം 3π വരും. ഇവിടെ വരുമ്പോ മക്കളെ 3 × 4 12. അപ്പൊ 2π × 4 പറയുമ്പോ 8π. ഓക്കെ, ആൻഡ് 6 × 2 ആണ് 12. അപ്പൊ π × 2 പറയുമ്പോ 2π ആണ്. മൈനസ് അതുപോലെ കൊടുക്കുക. 8π + 3π മൈനസ് 2π എന്ന് പറയുമ്പോൾ എത്രയാടാ, 11π മൈനസ് 2π പറയുമ്പോൾ 9π ആണ്. 9π/12 വന്നു. 2 3ൽ കട്ട് ചെയ്യാം. 3 × 3 9, 3 × 4 12. അപ്പൊ 3π/4 ആയിരിക്കും ആൻസർ വരിക. ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. ഓക്കെ ഓക്കെ, റൈറ്റ് any 2 square matrices of order 2 ആണ്. say A and B such that A not equal to 0, B not equal to 0. അതായത് 2 മെട്രിക്സ് ഉണ്ട് മക്കളെ, എയും ബിയും ആണ്. അതെന്താണ്, നോൺ സീറോ ആയിട്ടുള്ള 2 മെട്രിക്സ് ആണ്. എയും ബിയും സീറോ മെട്രിക്സ് അല്ല. വാട്ട് മീൻ ബൈ സീറോ മെട്രിക്സ്? സീറോ മെട്രിക്സ് പറയുമ്പോൾ ഫുൾ എലമെന്റ് സീറോ ആണ് മെട്രിക്സ്. ഓക്കെ, അങ്ങനെയുള്ള മെട്രിക്സ് അല്ല എയും ബിയും. പക്ഷെ എന്താ പറയുന്നത്, A × B ചെയ്യുമ്പോൾ സീറോ ആന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എയും ബിയും ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് എഴുതാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, സീറോ മെട്രിക്സ് കിട്ടിയിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. ഇത് NCERT ബുക്കിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ്. വിത്ത് എക്സാമ്പിൾ NCERT ബുക്കിൽ പറയുന്നുണ്ട്. അതേ എക്സാമ്പിൾ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ചെയ്ത എക്സാമ്പിൾ എഴുതാനും കുഴപ്പമില്ല.
ഇവിടെ മിസ് എഴുതാൻ വേണ്ടി പോകുന്നത് 1 0 0 0. ഇത് സീറോ മെട്രിക്സ് ആണോ? എല്ലാ എലമെന്റും സീറോ ആണെങ്കിൽ മാത്രമേ സീറോ മെട്രിക്സ് ആവുള്ളൂ. ഇവിടെ എ സീറോ മെട്രിക്സ് അല്ല, നോൺ സീറോ ആണ്, നോട്ട് ഈക്വൽ ടു സീറോ ആണ്, കുഴപ്പമില്ല. ഇനി ബി പറഞ്ഞ മിസ് എടുക്കുന്നത് 0 0 1 0 എടുക്കാം. ഓക്കെ ആണോ? ഇതെന്റെ എ, ഇതെന്റെ ബി ആണ്. വേണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിക്കോ. എയും ബിയും സീറോ മെട്രിക്സ് അല്ല, പക്ഷെ എ ഇൻറ്റു ബി എന്താ കിട്ടുക? എനിക്ക് സീറോ മെട്രിക്സ് കിട്ടും. കാണണോ നിങ്ങൾക്ക്? മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് പറഞ്ഞ് എന്താ ചെയ്യാന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. 1 × 0 + 0 × 1 0 ആണ്. സെക്കൻഡ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 × 0 + 0 × 0 0 ആണ്. ഇതേപോലെ മക്കൾ ഇവിടെയും ചെയ്യുമ്പോൾ ഇതും ഇതൊക്കെ സീറോ ആണ് കിട്ടുക. അപ്പൊ എയും ബിയും ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. ഇതെന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല. എന്തായാലും എ ഇൻറ്റു ബി സീറോ ആയാൽ മതി. ഒറ്റ കണ്ടീഷൻ, എയും ബിയും എന്താവരുത്? സീറോ മെട്രിക്സ് ആവരുത്. ഇത്രയും ആലോചിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, മെട്രിക്സ് എയും ഐയും ഗിവൺ ആണ്. സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ A² = K - 2i എന്ന് പറയുന്നുണ്ട്. വേർ ഐ ഇസ് ദ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. എടാ നമുക്ക് എന്തായാലും A² ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം A² ഫൈൻഡ് ഔട്ട് ചെയ്യാം. A² എന്ന് പറയുമ്പം A × A ആണ്. ഇപ്പൊ 3 - 2 4 - 2 ആണ് A വരിക. അതെന്ത് ചെയ്യണം? 2 ടൈംസ് മക്കൾ മൾട്ടിപ്ലൈ ചെയ്യണം. A × A എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 3 × 3 9 ആണ്. -2 × 4 എത്രയാണ്? -7. അപ്പൊ 9 - 8 വരും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. സ്പീഡിൽ ചെയ്യട്ടെ, നമുക്ക് ഒരുപാട് ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ 3 × -2 -6, -2 × -2 4. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണ്. 3 × 4 12, -2 × 4 8. ഇപ്പൊ 12 - 8. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം പറയുമ്പോൾ 4 × -2 -8, -2 × -2 4. ഇത്ര വരെടാ. ഇത് 1, ഇത് -2, ഇത് 4, ഇത് -4. ഓക്കെ, ഇതാണ് A² കിട്ടുക. A² എന്ന് പറയുന്ന ഈ മെട്രിക്സ് എത്രയാണ്? 1 - 2 4 -4 എന്ന് പറയുന്ന A² എന്ന് പറയുന്ന ഈ മെട്രിക്സ് ഇസ് ഈക്വൽ ടു KA - 2i എന്നാണ് പറയുന്നത്. എടാ KA എന്ന് പറയുമ്പം K ഇൻറ്റു ദ മെട്രിക്സ് A ആണ്. മെട്രിക്സ് A പറയുമ്പോൾ 3 - 2 4 -2 ആണ്. മൈനസ് K - I എന്നല്ലേ പറയുന്നത്? അല്ല, 2i എന്നല്ലേ പറയുന്നത്? അപ്പൊ 2 ഇൻറ്റു I മെട്രിക്സ് ഏതാ? ഗിവൺ അല്ലേ? 1 0 0 1. സോ ഓക്കെ അല്ലെ? 1 - 2 4 -4 എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? പുറത്ത് കിടക്കുന്ന Kനെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. K × 3 3K ആണ്. K × -2 -2K, 4 × K 4K -2K. എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുക K കൊണ്ട്. ഇവിടെ 2 കൊണ്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുക. 2 0 0 2 എന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? മെട്രിക്സ് സബ്ട്രാക്ഷൻ അല്ലേ വന്നിരിക്കുന്നത്. കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 3K - 2 എന്ന് വരും. -2K - 0 -2K, 4K - 0 4K, -2K - 2 എന്ന് വന്നു. അപ്പൊ എന്താ മനസ്സിലായത്? അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആണ്. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണ്. അവർ ഈക്വൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മിസ് എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് ഈ 1ഉം 3K - 2ഉം ഇക്വേറ്റ് ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് മതിയല്ലോ നമുക്ക്. -2 ഇപ്പുറം പോകുമ്പോൾ 1 + 2 = 3K എന്ന് വന്നു. 3 = 3K ആണെങ്കിൽ K എന്താ വരിക? 1 വരിക. അപ്പൊ Kയുടെ വാല്യൂ എത്രയാ? 1 ആണ്. ഇത്ര ചെയ്യാനുള്ളൂ. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫോർ വാട്ട് വാല്യൂസ് ഓഫ് A, B the function f of x is equal to 10 for x less than or equal to 3, ax plus b where 3 less than x less than 4, 20 where x is greater than or equal to 4. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആലോചിക്കുക നിങ്ങൾ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് നിങ്ങൾ ആലോചിക്കുക. ഏതൊക്കെ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ബിഹേവിയർ മാറുന്നത്? ഈ 3 എന്ന് പറഞ്ഞ പോയിന്റിലും 4 എന്ന് പറഞ്ഞ പോയിന്റിലും മാത്രമേ ഫംഗ്ഷന്റെ ബിഹേവിയർ മാറുന്നുള്ളൂ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പെർട്ടിക്കുലർ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ആണല്ലോ? LHL ഉം RSL ഈക്വൽ ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ ആ പോയിന്റിൽ. സോ മിസ് എന്ത് ചെയ്തു? അറ്റ് പോയിന്റ് x = 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുവാണെങ്കിൽ അവിടെ LHL ഉം RSL ഉം സെയിം ആയിരിക്കില്ലേ? അതായത് ലിമിറ്റ് x → 3 - f of x ആണ് LHL. ലിമിറ്റ് x → 3 + f of x ആണ് RHL. രണ്ടും ഈക്വൽ ആണ്. എടാ എക്സിന്റെ വാല്യൂ 3 മൈനസ് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 3നേക്കാൾ കുറയുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ? 10 ആണ്. ഓക്കെ, കഴിഞ്ഞു. ഇനി എക്സിന്റെ വാല്യൂ 3നേക്കാൾ കൂടുന്ന സമയത്ത് ഫംഗ്ഷൻ ഏതാണ്? ax + b ആണ്. എഴുതിക്കോ. ലിമിറ്റ് x → 3 പ്ലസ് ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ax + b ആണ്. 3നേക്കാൾ കൂടുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ax + b ആണ്. എക്സിന് എന്ത് ചെയ്യണം? എക്സിന് പകരം 3 കൊടുക്കണം.
അപ്പൊ 10 is equal to 3 into a plus b, 3a plus b എന്ന് വന്നു. ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഫംഗ്ഷൻ ബിഹേവിയർ മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? 4ൽ വെച്ചിട്ടാണ്. അപ്പൊ x equal to 4 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. അവിടെയും എന്താണ്? LHL RHL ഈക്വൽ നമുക്കറിയാം. സോ ലിമിറ്റ് x tends to 4 minus f of x is equal to limit x tends to 4 plus f of x എന്ന് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. 4 മൈനസ് പറയുമ്പോൾ 4നേക്കാൾ കുറയുമ്പോൾ ഫംഗ്ഷന്റെ ബിഹേവിയർ എന്താടാ? ax plus b ആണ് അല്ലെ. 4 മൈനസ് ഓക്കെ ax plus b ആണ്. 4നേക്കാൾ കൂടുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ? 20 ആണ്. ഈ എക്സിന്റെ വാല്യൂ 4 ഇവിടെ കൊടുക്കുമ്പോൾ a into 4 plus b പറയുമ്പോൾ 4a plus b ആണ് എത്രയാവുക? 20 ആവുക. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? രണ്ട് ഇക്വേഷൻ ഉണ്ട്. മക്കൾ സോൾവ് ചെയ്യുക. എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. 4a plus b 20 കയ്യിലുണ്ട്. അതേപോലെ 3a plus b 10 കയ്യിലുണ്ട്. സോൾവ് ചെയ്യടാ. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 20 minus 10 10 ആണ്. 4a minus 3a a ആണ്. b minus b പറയുമ്പോൾ 0 ആണ്. അപ്പൊ a is equal to 10 എന്ന് കിട്ടി. എയുടെ വാല്യൂ 10 ആണെങ്കിൽ ഏതെങ്കിലും ഇക്വേഷൻ എന്ത് ചെയ്യുക? കൊടുക്കുക. ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ഇവിടെ കൊടുക്കാം നമുക്ക്. അപ്പൊ 3 into എക്ക് പകരം 10 പ്ലസ് b ഈക്വൽ ടു 10. അപ്പൊ 30 പ്ലസ് b is equal to 10 വരും. b is equal to 30 അപ്പുറം പോകുമ്പോൾ 10 മൈനസ് 30 പറയുമ്പോൾ എത്ര? 20 ആണോ? അല്ല, മൈനസ് 20. സോ എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ മൈനസ് 20ഉം ആണ് റൈറ്റ് ആൻസർ. ചെക്ക് ചെയ്യണേ, ചുമ്മാ ഇരിക്കരുത്, ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് മൊത്തം സ്റ്റെപ്പ് എഴുതി കാണിക്കുന്നത്. നെക്സ്റ്റ്, ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാ? ആക്ച്വലി ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല ഇല്ലാതെയും ചെയ്യാം. ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുമ്പോൾ സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? 1. കോസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? 1. അപ്പൊ എന്ത് ചെയ്യാ? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ചെയ്യാ. റൂട്ട് ഓഫ് 1 പ്ലസ് 1 ചെയ്യാ. റൂട്ട് ഓഫ് 2 ആണ് വരിക. ഓപ്ഷൻ 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് സൂപ്പർ ചാപ്റ്റർ അല്ലേ? ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. നെക്സ്റ്റ്, ദ വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഇൻക്രീസിങ്. ക്യൂബിന്റെ വോളിയം എന്ന് പറയുമ്പം ഒരു ക്യൂബിന്റെ വോളിയം, ഫോർ എക്സാമ്പിൾ ക്യൂബിന്റെ സൈഡ് എ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വോളിയം ഓഫ് ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 24 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 24 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. പെർ സെക്കൻഡ് പറയുമ്പോൾ ടൈം ആണ്. റേറ്റ് പറയുമ്പോൾ dv/dt. y dt എന്തുകൊണ്ടാണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് മാത്രം. dv/dt എത്ര എന്ന് പറയുന്നുണ്ട്? 24 എന്ന് പറയുന്നുണ്ട്. Then how fast is the surface area increasing when the length of an edge is 6 centimeter? അങ്ങനെയാണെങ്കിൽ എത്ര വേഗത്തിലാണ് അല്ലെ സർഫസ് ഏരിയ കൂടുന്നത്? അതുപോലെ എഡ്ജ് എന്ന് പറയുന്നത് 6 ആണെന്ന് പറയുന്നുണ്ട്. എഡ്ജിന്റെ ലെങ്ത് ആണ് മിസ് എ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ d/dt ഓഫ് v പറയുമ്പോൾ a ക്യൂബ് എന്ന് കൊടുക്കുക ഈക്വൽ ടു 24 ആണ്. d/dt ഓഫ് a ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. a ക്യൂബ് ഡെറിവേറ്റീവ് എന്താ? 3a സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് വി നീഡ് ടു റൈറ്റ് dA/dt ഈക്വൽ ടു 24. എയുടെ വാല്യൂ എത്രയാ പറയുന്നത്? 6 എന്നല്ലേ പറയുന്നത് എഡ്ജ് ലെങ്ത്. അപ്പൊ 3 into 6 square into dA/dt ഈക്വൽ ടു 24. സോ ഹിയർ വി നീഡ് dA/dt. dA/dt മക്കൾ കണ്ടുപിടിച്ചേ. എന്താ ചെയ്യുക? ഈ 24 അപ്പുറം കൊണ്ട് പോവുക. ഈ കാണുന്ന 3ഉം 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36ഉം അപ്പുറം കൊണ്ട് പോവുക. 24 3ഉം 8 പോകും അല്ലെ? പിന്നെ 8 36 നമുക്ക് എന്ത് വെച്ച് കട്ട് ചെയ്യാം? നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. 4 into 2 8, 9 into 4 36 അല്ലെ? അപ്പൊ 2/9 ആണ് എന്ത്? dA/dt കിട്ടുക. ഓക്കെ, 2/9. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആവശ്യം സർഫസ് ഏരിയ എത്ര വേഗത്തിൽ ഇൻക്രീസിങ് നമുക്ക് മനസ്സിലാക്കണം. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സർഫസ് ഏരിയ. ഒരു ക്യൂബിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 6a സ്ക്വയർ ആണ്. അറിയില്ലെങ്കിൽ എഴുതി വെക്കണേ. മിസ് അതിനെ s എന്ന് കാണിക്കാം. അപ്പൊ സർഫസ് ഏരിയയുടെ വേഗത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സർഫസ് ഏരിയയുടെ റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ds/dt. അപ്പൊ d/dt ഓഫ് എസിന് പകരം 6a സ്ക്വയർ എന്ന് കൊടുക്കുക. 6 കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് a സ്ക്വയർ എന്ന് പറയുമ്പം 2a ആണ്. ഇൻടു എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് dA/dt മസ്റ്റ് ആണ്. അവിടെയാണ് നേരത്തെ കണ്ട സ്ഥാനത്തിന്റെ യൂസ് വന്നിരിക്കുന്നത്. 6 into 2 into എത്രയായിരുന്നു? 6 അല്ലേ? dA/dt എത്രയായിരുന്നു? 2/9 അല്ലേ? പറഞ്ഞോടാ, നമുക്ക് കട്ട് ചെയ്തൊക്കെ നമുക്ക് കളിക്കാലോ. കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. സോ ഞാൻ 3 വെച്ച് കട്ട് ചെയ്യാം. 3 into 2 3 into 3. ഇവിടെ നമുക്ക് 3 into 2 6. ഇപ്പൊ 2 into 2 4 into 2 8 into 2 16. 16 ആയിരിക്കും മക്കൾ റൈറ്റ് ആൻസർ വരിക. വിത്ത് യൂണിറ്റ് എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. സോ റെഡി അല്ലേ നമുക്ക് വരുന്നത്? ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഓടിപ്പോവാം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
സോ ആറാമത്തെ ക്വസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ -π/2 to π/2 sin raised to 7x ആണ് അല്ലേ. ഇത് നോക്കിക്കാൻ നിങ്ങൾ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താണ് 7 വന്നിരിക്കുന്നത്. നമുക്കറിയുന്ന കാര്യമാണ് മക്കൾ, പഠിച്ച പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽസിൽ. ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. ഇവിടെ ഈ കാണുന്ന സൈൻ എന്താണ് മക്കളെ? ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് ആൻസർ വിൽ ബി 0 ആണ്. ചിന്തിക്കാനില്ല. -a to a പകരം ആരാണ്? -π/2 to π/2 ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. അത് എന്ത് ചെയ്താൽ മതി മക്കൾ? നോട്ട് ഡൗൺ ചെയ്യുക. വേറൊന്നും വരുന്നില്ല. റെഡി അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളിയാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 4x - 10/√(x - 2 × x - 3 ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം x - 2 x - 3 ചെയ്തേ നിങ്ങൾ. അതാദ്യം ചെയ്യട്ടോ. എന്താണ്? x² - 3x - 2x പ്ലസ് എന്താണ്? 6 വരിക. അല്ലെങ്കിൽ നമുക്ക് മാറ്റി എഴുതുമ്പോൾ x² - 5x + 6 എന്ന് എഴുതിയാലും ഓക്കെ ആണ്. നിങ്ങൾ ഇതിന്റെ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുത്തേ. ഈ x² - 5x എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് എടുത്തേ. d/dx ഓഫ് x² - 5x + 6 എടുത്തേ. എന്താ പറയുക? ഡെറിവേറ്റീവ് ഓഫ് x² 2x ആണ്. -5 × ഡെറിവേറ്റീവ് ഓഫ് x 1 ആണ്. 6 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പൊ 2x - 5 കിട്ടുക. ഞാനില്ലടാ ഈ 4x - 10 എന്ന് 2 പുറമേക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ 2x, 10 എന്ന് 2 പുറമേക്ക് എടുക്കുമ്പോൾ 5 ആണല്ലോ. അടിയിലേക്ക് മിസ് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ √(x² - 5x + 6 എന്ന് എഴുതാം. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടി കാണും. ഈ കാണുന്ന ഇയാളുടെ ഡെറിവേറ്റീവ് എവിടെയുള്ളത്? മേലുണ്ട് 2x - 5. ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. t = എന്ത് കൊടുക്കുക? x² - 5x + 6 കൊടുക്കുക. അപ്പൊ നമുക്കറിയാം dt എന്ന് പറയുമ്പം അല്ലെങ്കിൽ dt/dx എന്ന് പറയുമ്പം 2x - 5 ആണ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം dt = 2x - 5 × dx എന്ന് എഴുതാം. അപ്പൊ ഈ കാണുന്ന ഇന്റഗ്രൽ കംപ്ലീറ്റ്ലി എങ്ങനെ മാറും? ഇന്റഗ്രൽ ഓഫ് 2 × ഈ 2x - 5 dx പറയുമ്പോൾ ആരാണ്? dt ആണ്. അടിയിൽ എന്ത് വരും? t വരും. ഈ 2 മക്കൾ പുറമേക്ക് എടുക്കുക. 1/√t പറയുമ്പോൾ ശരിക്കും എന്താണ്? 1/2 ആണ്. t⁻1/2 ആണ് √t. അത് മേലേക്ക് പോകുമ്പോൾ എന്താവും? t⁻−1/2 dt എന്ന് വരും. ഓക്കെ അല്ലേ? ഇപ്പൊ 2 × ഇതെന്താ? ഇന്റഗ്രൽ t⁻−1/2 dt പറയുമ്പോൾ t⁻−1/2 + 1/−1/2 + 1 + c ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക. 2 × -1/2 + 1 പറയുമ്പോൾ 1 - 1/2 ആണ്. അത് 1/2 ആണ്. അപ്പൊ 2t⁻1/2 ഡിവൈഡ് ബൈ എന്താണ്? 1/2 എന്ന് വന്നു. പിന്നെ എന്താണ്? ഒരു +c വന്നു. ഈ 2 മക്കളെ മേലേക്ക് എടുക്കുമ്പോൾ 2 × 2 4 ആണ്. 4 × t⁻1/2 we can write 4 × √t എന്ന് എഴുതാം. +c ആണ്. 4 × t പറയുമ്പോൾ എന്താ മക്കളെ? നമ്മുടെ x² - 5x + 6 ആയിരുന്നു. This is the final answer. 4 × √(x² - 5x + 6 + c ആണ് ഫൈനൽ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ i - j ഓൺ ദ വെക്ടർ i + j ആണ്. പ്രൊജക്ഷൻ അറിയണമെങ്കിൽ ഇതിനെ വെക്ടർ a എന്നും ഇതിനെ വെക്ടർ b എന്നും വിളിക്കുക. വെക്ടർ a ഡോട്ട് വെക്ടർ b ഡിവൈഡ് ബൈ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b ആണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ a ഓൺ വെക്ടർ b യുടെ ഇക്വേഷൻ. നിങ്ങൾ ഇവിടെ വെക്ടർ a ഡോട്ട് വെക്ടർ b ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മക്കളെ? i നോക്കിക്കേ. 1 × 1 പറയുമ്പോൾ 1 ആണ്. -jയും +j ആണ്. -1 × 1 പറയുമ്പോൾ -1 ആണ്. a ഡോട്ട് ബി ഇറ്റ്സെൽഫ് എന്തായി? ഇവിടെ 0 എന്നല്ലേ കിട്ടുക? 0 എന്തെടുത്താലും മക്കളെ 0 അല്ലേ കിട്ടുക? അപ്പൊ എന്തിനാ ആലോചിക്കേണ്ടത്? ഓപ്ഷൻ ബി എന്ന് മനസ്സിലായില്ലേ ഇവിടെ? രണ്ടാമത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് a ആൻഡ് b ആണ്. എയും ഗിവൺ ആണ്. എയും ബിയും ഗിവൺ ആണ്. ആംഗിളിന്റെ ഇക്വേഷൻ എന്താ? cos θ = വെക്ടർ a ഡോട്ട് വെക്ടർ b ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ a × മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b ആണ്. നിങ്ങൾ വെക്ടർ a ഡോട്ട് വെക്ടർ b ഫൈൻഡ് ചെയ്തേ. 1 × 3 3 ആണ്. -7 × -2 + 14. 7 × 2 പറയുമ്പോൾ 14. ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a പറയുമ്പോൾ √(1² 1 7² 49 +7² 49 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b ആണ് √3² 9 2² 4 2² 4. 14 + 14 എത്ര? 28 + 3 പറയുമ്പോൾ 31 ആണ്. ഡിവൈഡ് ബൈ √99 ഇൻറ്റു എന്താണ്? 8 + 9 17.
ഇപ്പൊ 31 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്താ വരിക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സമയത്ത് 99 ഇൻറ്റു 70 പറയുമ്പോൾ 1683 കിട്ടുക റൂട്ട് ഓഫ്. ഇത് കോസ് തീറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് വരും, തീറ്റ എന്ന് പറയുന്ന ആള് കോസ് ഇൻവേഴ്സ് ഓഫ് 31 ബൈ റൂട്ട് ഓഫ് 1683 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ട് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. ഇതാണ് തീറ്റ വരിക. നെക്സ്റ്റ് നമ്മുടെ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ആണല്ലോ. യെസ്, എന്താണ് 8th ക്വസ്റ്റ്യൻ പറയുന്നത്, പി ഓഫ് എ 7/13 പി ഓഫ് ബി 9/13 പി ഓഫ് എ യൂണിയൻ ബി 8/13 ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്താണ്? എഴുതിക്കോടാ. പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. സോ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല അറിയാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് എന്താണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇവിടുന്ന് മാത്രമേ നമുക്ക് ഇയാളെ കിട്ടുള്ളൂ. പി ഓഫ് എ യൂണിയൻ ബി 8/13 ഗിവൺ ആണ്. പി ഓഫ് എ 7/13 പി ഓഫ് ബി 9/13 ഇത് നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആളെ ഇപ്പുറത്തേക്ക് വിളിക്കുക, 8/13 അപ്പുറത്തേക്ക് വിളിക്കുക. ഇപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 7/13 പ്ലസ് 9/13 എന്ന് പറയുമ്പോൾ 9 7 16 അല്ലേ. 16/13 മൈനസ് 8/13 ഇസ് ഈക്വൽ ടു 8/13 എന്ന് വരും. ഇതെന്താ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അതിവിടെ കൊടുക്ക്. ഡിവൈഡ് ബൈ പി ഓഫ് ബി എത്രയാടാ, 9/13. കട്ടായി പോകുമ്പോൾ എത്ര ആൻസർ വരിക, 8/9 ആണ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പറയുന്നത് എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. പി ഓഫ് എ പറയുമ്പം 1/7 പി ഓഫ് ബി പറയുമ്പം 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എന്താണ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താ ഫോർമുല, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. പക്ഷെ ഇവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഇയാള് എങ്ങനെ എഴുതുക, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അറിയാലോ, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രം. പി ഓഫ് എ 1/7 പി ഓഫ് ബി എത്രയാ 1/5 പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പറയുമ്പോൾ 1/7 ഇൻറ്റു 1/5 ഇത് എത്രയാ വരിക, 7 5 12/35 മൈനസ് 1/35 അല്ലെ, 1/35. സോ 11/35 ആണ് പി ഓഫ് എ യൂണിയൻ ബി കിട്ടുക. നെക്സ്റ്റ് എന്താണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരുന്നു. ഇവിടെ ബി ബാർ ഉള്ളത് കൊണ്ട് എങ്ങനെ മാറ്റണം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ എന്ന് കൊടുക്കണം. പി ഓഫ് എ 1/7 ആണ്. പി ഓഫ് ബി ബാർ എന്താണ്, പി ഓഫ് ബി 1/5 ആണെങ്കിൽ പി ഓഫ് ബി ബാർ എന്ന് പറയുമ്പം 1 മൈനസ് പി ഓഫ് ബി ആണ്. അത് 1 മൈനസ് 1/5 ആണ് ഇസ് ഈക്വൽ ടു 4/5. സോ 4/35 ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. സോ ഗൈസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ എത്രയാണ്, നമ്മുടെ 4 മാർക്സിന് ക്വസ്റ്റിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 14 ക്യാരീസ് 4 scores ഈച്ച്. ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് പ്രത്യേകം പറയുന്നുണ്ട്. 6 മാത്രം എഴുതിയാൽ മതി. റൈറ്റ് എ റിഫ്ലെക്സ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എ ബി സി. സെറ്റ് എ ബി സി, എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഇഷ്ടമുള്ള എഴുതാം, ഇഷ്ടമുള്ള റിലേഷൻ എഴുതാം. ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയാ, സിമ്പിൾ എഴുതാൻ പറ്റിയ റിലേഷൻ എഴുതി കാണിക്കാം ഞാൻ. റിഫ്ലെക്സീവ് ആണെങ്കിൽ എ ബി സിക്ക് പകരം എ എ ബി ബി സി സി എല്ലാവരും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഇസ് ഈക്വൽ ടു എ എ ബി ബി സി സി ആണ്. ഇതെന്താണ് റിലേഷൻ, റിഫ്ലെക്സീവ് ആണ്, ഡിഫൈൻഡ് ഓൺ എ തന്നെയാണ്. ഈ കാണുന്ന എ എന്ന് പറഞ്ഞ എ ബി സി ആൾക്കാരുണ്ട്, അവർക്കൊക്കെ എ എയും ബി ബിയും സി സി ഉണ്ടെങ്കിൽ മാത്രമാണ് റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പം നമ്മൾ എഴുതി കഴിഞ്ഞു. രണ്ടാമത്തത് കൺസിഡർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, x-2/x-3 ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് മക്കളെ ഫംഗ്ഷൻ ഫ്രം r-3 പറയുന്നത്? എങ്ങാനും x 3 ആണെങ്കിൽ 3 - 3 0 ആയിട്ട് ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആവും. അതുകൊണ്ടാണ് ഫംഗ്ഷൻ ഫ്രം r-3 പറയുന്നത്. ടുവേർഡ്സ് എന്താണ്, r-1 പോകുന്നത്. ഓക്കെ, 1 എന്നും ഓൺ 2 എന്നും പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. എടാ 1 കണ്ടീഷൻ എന്താ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ എന്തായിരിക്കണം, x1ഉം x2ഉം ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ 1 എന്ന് പറയാൻ പറ്റുള്ളൂ. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റണം, എന്നാൽ മാത്രമേ 1 ആവുള്ളൂ.
നിങ്ങൾ പറ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യണ്ട, എക്സിന് പകരം x1 കൊടുക്കുക. അപ്പൊ x1 - 2 by x1 - 3. എഫ് ഓഫ് x2 പറയുമ്പോൾ എന്താ, x2 - 2 by x2 - 3 ആണ്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. എന്താ പറയാ, x1 - 2 into x2 - 3. ഇപ്പുറത്ത് വരുമ്പം x1 - 3 into x2 - 2 ആണ്. എക്സ്പാൻഡ് ചെയ്തേ, ഇത് x1 x2, ഇതെന്താണ് -3x1 -2x1, ഇത് +6, ഇത് x1 x2 -2x1 -3x2, പിന്നെന്താണ് ഇത് +6. രണ്ട് ഭാഗത്തും x1 x2 കട്ടായി പോയി, രണ്ട് ഭാഗത്തും 6 കട്ടായി പോയി. -3x1 -2x1 ഒരുമിച്ചാക്ക്, +2x1 ആവില്ലേ, അപ്പുറത്തും കൂടെ നെഗറ്റീവ് വരും, പോസിറ്റീവ് ആവില്ലേ. ഈ കാണുന്നതില് മക്കൾ ഇത് x2 അല്ലടാ, ഇത് x2 ആണ്, മാറിപ്പോവരുത്. ഓക്കെ, ഇത് -2x2 ആണ്. ഈ -2x2 അപ്പുറം പോകുന്ന സമയത്ത് -3x2 + 2x2 ആയിട്ട് മാറും. ഇത് എത്രയാ, -x2. ഇത് എത്രയാ, -x1. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് കളഞ്ഞാൽ എന്ത് കിട്ടും, x1 = x2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്ര ഉള്ളു ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ദയവേത് എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 ആണെങ്കിൽ x1 x2 എന്താണ്, ഈക്വൽ ആയിരിക്കും. സോ ഇതെന്താണ്, 1 മാത്രമേ പ്രൂവ് ആയിട്ടുള്ളൂ. ഇനി ഓൺ ടു പ്രൂവ് ചെയ്യണം. ഓൺ ടു പറയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിനെ y = x - 2 by x - 3 കൊടുക്കുന്നു. ഇതേ സാധനം എന്ത് ചെയ്യുക, x = പറഞ്ഞ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. എന്ത് ചെയ്താൽ മതി, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. y into x - 3 = x - 2. അപ്പൊ xy - 3y = x - 2 എന്ന് വന്നു. ഈ x ഇപ്പുറം പോകുമ്പോൾ xy - x, ഇയാളപ്പുറം പോകുമ്പോൾ 3y - 2. x പുറമേ കിടക്കുമ്പോൾ y - 1 = 3y - 2. x = എന്ത് വന്നു, 3y - 2 by y - 1 എന്ന് വന്നു. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് r - h1 പോയെന്നുള്ള കാര്യം. എങ്ങാനും ഇവിടെ ഇല്ലേ നിങ്ങൾക്ക് ഇതില് y 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ 1 - 1 0 ആയിട്ട് ഫ്രാക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരും. ആ കേസ് ഒഴിവാക്കണമല്ലോ. സോ മനസ്സിലാക്കാം, വൈക്ക് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും കറസ്പോണ്ടിംഗ്ലി എന്ത് കിട്ടും മക്കളെ, ഈ 1 ഒഴികെ, 1 എന്തായാലും കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് r - 1 ഒഴികെയുള്ള ബാക്കി ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിംഗ്ലി എക്സ് വാല്യൂ ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഓൺ ടു ആയിരിക്കും. സോ 1 1 ആണ്, ഓൺ ടു ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ 1 1 ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഓൺ ടു ഫംഗ്ഷൻ, രണ്ടും ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? എപ്പോഴാ ഓൺ ടു ആവുക, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആകുന്ന സമയത്ത് അല്ലേ, അറിയാലോ. Let A and B two matrices of same order, then which of the following is false? False ആണ്, റൈറ്റ് അല്ല ആവശ്യം, false ആവശ്യം. ഫസ്റ്റത്തത് A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് A തന്നെയാണ്, അത് ഓക്കെ ആണ്, ആക്ച്വൽ ആൻസർ തന്നെയാണ്. A + B ഓൾ ട്രാൻസ്പോസ് = A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്, അത് ഓക്കെ ആണ്. K × A ഓൾ ട്രാൻസ്പോസ് പറയുമ്പോൾ K × A ട്രാൻസ്പോസ്, അതും ഓക്കെ ആണ്. ഇത് നമുക്ക് മെയിൻലി പഠിക്കുന്ന സാധനമാണ്. AB ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മക്കളെ അതെന്തല്ലടാ, എന്തല്ല, A ട്രാൻസ്പോസ് × B ട്രാൻസ്പോസ് അല്ല, അതെന്താണ്, B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്, ബിക്കോസ് വി നീഡ് ദ ഫോൾസ് ഇക്വേഷൻ, റൈറ്റ്. നെക്സ്റ്റ് പറയുന്നത് x + y യും x - y യും ഗിവൺ ആണെങ്കിൽ ഫൈൻഡ് ദ മെട്രിക്സ് x and y എന്നാണ്. NCERT ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഇവിടെ സിമ്പിൾ ആണ്. x + y 7025 ആണ് മെട്രിക്സ്. x - y എന്ന് പറയുമ്പോൾ 3003 ആണ്. രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്തേ, എക്സും എക്സും കൂട്ടുമ്പോൾ 2x, y + -y പറയുമ്പോൾ 0. ഇത് രണ്ട് മെട്രിക്സും കൂട്ടിയേ, കറസ്പോണ്ടിങ് എലമെന്റ്സ് മാത്രം കൂട്ടുക. 7 3 10 0 2 8. എടാ 2x ആണിത്. അപ്പൊ എക്സ് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 2 ഇപ്പുറം കൊണ്ടുപോയാൽ മതി. ഇപ്പൊ 1/2 × 10 0 28. 1/2 കൊണ്ട് എല്ലാരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്താ കിട്ടുക, 5014 അല്ലെ. പകുതി എടുക്കുക എല്ലാ എലിമെന്റ്സിന്റെ, എത്രയേ ഉള്ളൂ. ഇനി y കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതേ സാധനം കംപ്ലീറ്റ് സബ്ട്രാക്ട് ചെയ്യുക അപ്പുറത്തും. x - x 0 ആണ്, y - y പറയുമ്പം 2y ആണ്. ഈ കാണുന്ന മെട്രിക്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 7 - 3 പറയുമ്പോൾ 4 ആണ്. പിന്നെന്താ 0 - 0 0, 2 - 0 2, 5 - 3 2. 2y ആണിത്. സോ y പറയുമ്പോൾ 1/2 × 4 zeros 2 2 ആണ്. എല്ലാ എലിമെന്റ്സും ഹാഫ് ആക്കുക, അത്രേ ഉള്ളൂ.
1/2 കൊണ്ട് മൾട്ടിപ്ലൈ പറയുമ്പോൾ എല്ലാവരും ഹാഫ് ചെയ്യുക എന്നുള്ള മീനിങ് അല്ലേ. ആ രീതിക്ക് മക്കൾ എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. സോ ഗൈസ്, നെക്സ്റ്റ് പറയുന്നത് ഇത്ര അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പോവണ്ട എന്ന് തോന്നുന്നു അല്ലെ. The rate of change of volume of a sphere with respect to radius when radius is 1 unit. എടാ വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4/3 πr³ ആണ്. അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം, ഫോർമുല ഒന്നും മറന്നു പോരുത്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറയുമ്പോൾ dv/dr ആണ് ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ് എടുത്ത 4/3 × π, അത് കോൺസ്റ്റന്റ് ആണ്, ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് r³ എന്ന് പറയുമ്പോൾ 3r² ആണ് വരിക. വിത്ത് റെസ്പെക്ട് ടു r ആയതുകൊണ്ട് വേറെ എക്സ്ട്രാസിന്റെ ആവശ്യമില്ല. 4/3 × π × 3 × r 1 അല്ലേ, 1² കട്ടായി പോയി. 4π × 1 പറയുമ്പോൾ 4π ആയിരിക്കും എന്ത് വരിക, ആൻസർ വരിക. കഴിഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് സ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദ ഇന്റർവൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x is equal to x² - 4x എന്ന് പറയുന്നത് is increasing. ഇൻക്രീസിങ് നോക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പറ, നിങ്ങൾ ഇൻക്രീസിങ് നോക്കാൻ വേണ്ടി എന്താ ചെയ്യുക? പൊതുവെ മക്കൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കില്ലേടാ, ഇത് NCERT ബുക്കിലുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. മിസ് മൊത്തം എഴുതി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് പല രീതിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഏറ്റവും ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, അതായത് മക്കൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു, f' of x എടുക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് x² എന്താ? 2x. ഡെറിവേറ്റീവ് ഓഫ് 4x എന്താ? 4 ആണ്. ഇത് ഇൻക്രീസിങ് ആണെങ്കിൽ എന്തായിരിക്കണം? f' of x എന്ന് പറയുന്ന ആള് >0 ആയിരിക്കണം. 2x - 4 >0 ആണെങ്കിൽ ഈ -4 അപ്പുറം പോവും. 2x എന്താണ്? >4 ആണ്. ആണല്ലോ. ഈ 2 അപ്പുറം പോകുമ്പോൾ x എന്ത് വരും? 4/2 വരും. x എന്ത് വരും? 2 വരും. എക്സിന്റെ വാല്യൂ 2-നേക്കാൾ കൂടി എവിടെ വരെ പോകാൻ പറ്റും? ഇൻഫിനിറ്റി വരെ. രണ്ടും ഓപ്പൺ ബ്രാക്കറ്റ്. x belongs to 2 to infinity. അപ്പം ഈ കാണുന്ന ഇന്റർവെൽ എന്തായാലും എന്തായിരിക്കും? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കേസ് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്താലും ആൻസർ ശരി തന്നെയാണ്. മക്കൾ പൊതുവെ ചെയ്യാറില്ലേ, ഇന്ന ഇന്റർവെല്ലിൽ ഇവർ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് നോക്കി ചെയ്യാറില്ലേ? അങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പരിശോധിക്കുക. ആൻസർ എന്തായാലും ഇതാണ് വരിക കേട്ടോ. സോ നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ഞാൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് എനിക്ക് തന്നെ മടുത്തു തുടങ്ങി, ബിക്കോസ് അത്രയും ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. സ്റ്റിൽ നമ്മൾ വീണ്ടും ചെയ്യുവാണ് ഗൈസ്. അപ്പൊ x² / 4 + y² / 9 = 1 യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് വിത്ത് എലിപ്സ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ഡിനോമിനേറ്ററിൽ ആരാ വലുത്? 9 ആണ് വലുത്. അപ്പോൾ വൈയുടെ താഴെയുള്ള ആള് വലുത്. സോ എലിപ്സ് എവിടെ ഉണ്ടാവുക? y ആക്സിസിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം y ആക്സിസിൽ എലിപ്സ് ആണെങ്കിൽ എലിപ്സ് എന്ത് ഇങ്ങനെ y ആക്സിൽ ഇങ്ങനെ നിൽക്കൂലേ, അറിയാം. അപ്പൊ അത്തരം എലിപ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? x² / b² + y² / a² = 1 ആണ് അത്തരം എലിപ്സിന്റെ ഇക്വേഷൻ. ഈ b² ഈ 4ഉമായിട്ട് കമ്പയർ ചെയ്യാം. b² 4 ആണെങ്കിൽ b എന്ത് വരും? √4 ± 2. a² 9 തമ്മിൽ കമ്പയർ ചെയ്യുക. a² 9 ആണെങ്കിൽ a എന്താ പറയുക? ± 3. അപ്പോൾ y ആക്സിസിൽ എലിപ്സ് ആണെങ്കിൽ we know that this point will be b, 0. This point is -b, 0. ഞാൻ പോയിന്റ് അടക്കം വരച്ച് പഠിപ്പിച്ചതാണ്, നോക്കിയാൽ മതിയേ. ഇത് 0a ആണ്, ഇത് 0 - a ആണ്. സോ മക്കളെ b, 0 പറയുമ്പോൾ b എത്രയാ? 2 അല്ലേ? അപ്പൊ 2, 0. ഇതെന്താ? -2, 0. ഇതിന്റെ ആൻസർ പോലും പലർക്കും ബൈ ഹാർട്ട് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ അത്രയും ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം y ആക്സിൽ എലിപ്സിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പണ്ട് എപ്പോഴും x ആക്സിൽ എലിപ്സ് മാത്രമേ ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത്തവണ വേണമെങ്കിൽ ബോർഡ് എക്സാമിന് y ആക്സിൽ എലിപ്സിലെ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ലതാണ്. വാട്ട് എവർ സംഭവം സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങളെ പോയിന്റ്സ് മാത്രം നോക്കുക. ഇപ്പൊ എലിപ്സിന്റെ ടോട്ടൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നില്ല. സിമെട്രിക് ആയതുകൊണ്ട് തന്നെ 4 പോർഷൻസിന്റെ ഏരിയയും സെയിം ആയതുകൊണ്ട് മക്കൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ മാത്രമേ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കുവാണ്. എന്താണ്? ഇന്റഗ്രൽ y dx ആണ്. വെർട്ടിക്കൽ സ്റ്റെപ്പ് വഴി ഏരിയ ഫൈൻഡ് ആൻ ഇക്വേഷൻ. x വാല്യൂ ഇവിടെ 0, 0 അല്ലേ ഒറിജിൻ പോയിന്റ്. 0ൽ നിന്ന് 2ലേക്കാണ് x വാല്യൂ പോകുന്നത്. നമുക്ക് എന്തറിയില്ല? y അറിയില്ല. ബട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാലോ. x² / 4 + y² / 9 = 1 ആണ്. ഇയാൾ അപ്പുറം പോകുന്ന സമയത്ത് എന്ത് വരുവടാ? y² / 9 = 1 - x² / 4. സോ 4 - x² / 4 വരും. എന്ത്? y² / 9. y² എന്താ വരെ? 9 അപ്പുറം പോകുമ്പോൾ 9/4 × 4 - x². എല്ലാവർക്കും റൂട്ട് എടുത്തോ. y = 3/2. റൂട്ട് എടുക്കണം എല്ലാവർക്കും. √9 3, √4 2, 3/2 √4 - x² എന്ന് വരും.
ഓക്കെ 0 to 2 3/2 root of 4 minus x square dx ആണ്. 3/2 പുറത്തേക്ക് എടുക്കുക. 0 to 2 വന്നു. ഇനിക്കൽ റൂട്ട് ഓഫ് 4 minus x square dx എന്ന് എഴുതാം. ഓർ വി ക്യാൻ റൈറ്റ് 4 പകരം നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ മക്കൾ ഈ ചാപ്റ്ററിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ട കാര്യമാണ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് a square minus x square dxന്റെ ഫോർമുല. It is x/2 root of a square minus x square plus a square by 2 sin inverse of x/a ആണ്. നിർബന്ധമായിട്ടും ഈ ഫോർമുല പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അപ്പം 3/2 into എന്ത് വരും? x/2 root of 2 square minus x square plus 2 square by 2 sin inverse of x/2 ആണ്. ലിമിറ്റ് 0 മുതൽ 2 വരെ. ഇപ്പൊ 3/2 into ഫസ്റ്റ് ലിമിറ്റ് 2 കൊടുക്കുമ്പം 2/2 root of 2 square minus 2 square plus 4/2 2 അല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് 2/2. സെക്കൻഡ് ലിമിറ്റ് 0 ആണ്, കൊടുക്കണ്ട. കൊടുത്താൽ 0 ആയി പോകും. ഈ ടേം 0 ആയി പോയി. 2 square minus 2 square 0 അല്ലേ? ഇത് 1 ആണ്. ഇപ്പൊ 3/2 into 2 into സൈൻ ഇൻവേഴ്സ് ഓഫ് 1 പറയുമ്പോൾ സൈൻ എപ്പോഴാണ് 1 ആവാ? π/2. സോ 3π/2 എന്ന് കിട്ടും. ഇത് ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ മാത്രമാണ്. അപ്പൊ എലിപ്സിന്റെ ടോട്ടൽ ഏരിയ പറയുമ്പോൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 into 3π/2 ചെയ്യണം ടോട്ടൽ ഏരിയക്ക്. 2 into 2 4 6π. 6π സ്ക്വയർ യൂണിറ്റ് ആണ് എലിപ്സിന് ടോട്ടൽ ഏരിയ. നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ മാത്രം പോരാ, നമുക്ക് ടോട്ടൽ ഏരിയ എന്തായാലും ആവശ്യമുണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ക്വാഡ്രന്റ് മാത്രം കൊണ്ട് കാര്യമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ലെറ്റ് a is equal to i plus j plus k and b is equal to i plus 2j plus 3k b 2 വെക്ടേഴ്സ് ആണെങ്കിൽ ഫൈൻഡ് a plus b and a minus b. എഴുതിക്കോടാ. a plus b രണ്ടും കൂടെ കൂട്ടിക്കോ. i plus i 2i, j plus 2j 3j, k plus 3k 4k. ഇതെന്താണ്? a plus b ആണ്. ഇനി a minus b എഴുതിക്കോ. സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. i minus i 0 ആണ്, ഇല്ല. j minus 2j minus j ആണ്. k minus 3k minus 2k ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ a പ്ലസ് വെക്ടർ b ആൻഡ് വെക്ടർ a മൈനസ് വെക്ടർ b. രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് അറിയാം ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ യുവും വിയുമാണ് രണ്ട് വെക്ടേഴ്സ് എങ്കിൽ എന്താണ് ഈ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോർമുല? യു ക്രോസ് വി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ക്രോസ് വി ആണ്. ഇതങ്ങ് മറന്നു പോവാതിരുന്നാൽ മതി. ഇവിടെ യുവിന് പകരം a പ്ലസ് ബി, വിക്ക് പകരം a മൈനസ് ബി ചെയ്യാലോ നമുക്ക്. ഫസ്റ്റ് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താടാ? a പ്ലസ് ബി ക്രോസ് a മൈനസ് ബി ചെയ്യാം. ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാം? i j k എഴുതിക്കോ. a പ്ലസ് ബിയിൽ ആയിരിക്കുക 2 3 4. a മൈനസ് ബിയിൽ ഐൻ്റെ ആരും ഇല്ല, അപ്പൊ 0. -1 -2 ചെയ്തേടാ. എന്താ പറയാ? i ഇൻറ്റു -2 -4 എത്രയാത്? -2 മൈനസ് j ഇൻറ്റു -4 -0 പ്ലസ് k ഇൻറ്റു -2 -0. ഇപ്പം എന്ത് വരും? -2i പ്ലസ് 4j -2k. ഇതെന്താണ്? ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് മാത്രമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -2i പ്ലസ് 4j -2k ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 4 സ്ക്വയർ 16 2 സ്ക്വയർ 4. എത്ര വരെയാടാ? -2i പ്ലസ് 4j -2k ഡിവൈഡ് ബൈ 20 അല്ലേ? 24 അല്ലേ? റൂട്ട് ഓഫ് 24. അത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോ നിങ്ങൾ. നിങ്ങൾക്കൊരു ഭംഗിക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാലോ. -2i പ്ലസ് 4j -2k അല്ലേടാ? 24 എഴുതാം, അല്ലെങ്കിൽ 6 into 4 എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 4 റൂട്ട് ഉണ്ടല്ലോ, ഇപ്പൊ 2 root 4 2 root 6 എഴുതാം. ദിസ് ഇസ് എ ഫൈനൽ ആൻസർ. വേണമെങ്കിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വെറുതെ കൊളാക്കരുത് കേട്ടോ. യെസ് ഗൈസ്, അവർ ഫേവറേറ്റ് ആൻഡ് ദ ഈസി ചാപ്റ്റർ 3D ജോമെട്രി. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ i പ്ലസ് j പ്ലസ് k. എന്താ ചെയ്യാ? ഓരോന്നിന്റെ കോഎഫിഷ്യൻ നോക്കുക. അതിന്റെ ആരാ? 1 ഡിവൈഡ് ബൈ എന്താ? മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പറയുമ്പോൾ √3. ജെയും സെയിം തന്നെ 1/√3. എല്ലാവരും സെയിം അല്ലേ? ഐയും ജെയും കെയും മാത്രമേ ഉള്ളൂ. സോ 1/√3. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് വരിക. അറിയാലോടാ?
സോ നെക്സ്റ്റ് എന്താണ്, സിമ്പിൾ കാര്യം അറിയുന്നു വിചാരിക്കുന്നു കേട്ടോ. അത് ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ആൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2, 3 ആൻഡ് പാരലൽ ടു ദ വെക്ടർ എന്താണ് പറയുന്നത്, 3i plus 2j minus 2k. ഓക്കെ, വെക്ടർ ഇക്വേഷൻ വേണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ വേണം. മിസ് ആദ്യം എന്ത് ചെയ്യാം, വെക്ടർ ഇക്വേഷൻ എഴുതി കാണിക്കാം. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, ഫസ്റ്റ് ഈ പോയിന്റ് അല്ലേ, അത് മാറ്റിക്കേ, i plus 2j plus 3k പ്ലസ് ലാംഡ ഇൻറ്റു ഇയാള്. ഇതെന്താടാ, ഇത് വെക്ടർ ഇക്വേഷൻ ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആയി പോയി നിങ്ങൾക്ക് അല്ലെ. വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ വലിയ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ഇത് വെക്ടർ അല്ലേ, നെക്സ്റ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ് പറയുന്നത്, നോക്കിക്കേ, എക്സ് മൈനസ് 1 നോക്കിക്കേ മക്കളെ, എക്സ് മൈനസ് 1/3 ഇസ് ഈക്വൽ ടു y മൈനസ് 2/2 ഇസ് ഈക്വൽ ടു z മൈനസ് 3 എന്താണ് -2. ഈ 3 2 -2 പറയുമ്പോൾ ഇതാണ് ഈ കാണുന്ന എക്സ് മൈനസ് 1 y മൈനസ് 2 z മൈനസ് 3 പറയുമ്പോൾ ഫ്രം ദിസ് പോയിന്റ് ആണ്. ഓക്കെ ആലോ, വെക്ടറും കാർട്ടീഷ്യനും മറക്കരുത്. ഓക്കെ, ഞാൻ മൊത്തം ഫോമിൽ അടക്കം എഴുതി കാണിക്കണില്ല, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് പോയിട്ട് അങ്ങ് പോകാന്ന് വെച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ പോണത് കേട്ടോ. പറഞ്ഞാൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് കമന്റ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് എ സോൾവിങ് a problem independently by a and b are 1/2 and 1/3. ഇൻഡിപെൻഡന്റ്ലി പറയുന്ന ഈ വേർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മക്കളെ, പി ഓഫ് എയും പി ഓഫ് ബിയും സെപ്പറേറ്റ്ലി പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്. പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ആയാൽ മതിയടാ. ഓക്കെ, അത് എ സോൾവ് ചെയ്യണമെന്നോ ബി സോൾവ് ചെയ്യണമെന്നോ നിർബന്ധമില്ല, എ ഓർ ബി ചെയ്താൽ മതി. സോ എന്താണ് പ്രോബ്ലം സോൾവ് എന്ന് പറയുമ്പോൾ either A or B അല്ലെ. ഇപ്പൊ P of A or B ആണ്, which is P of A യൂണിയൻ B ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അതിന്റെ ഇക്വേഷൻ P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B ആണ്. പക്ഷെ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് എവൻസ് ആയതുകൊണ്ട് P of A ഇൻറ്റു P of B യൂസ് ചെയ്യാം. സോ 1/2 പ്ലസ് 1/3 മൈനസ് 1/2 ഇൻറ്റു 1/3 ഇത് എത്രയാ, 5/6 മൈനസ് 1/6 പറയുമ്പോൾ 4/6 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫൈൻഡ് പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് പ്രോബ്ലം. എക്സാക്ട്ലി വൺ ഓഫ് ദം, ഒന്നുകിൽ എ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം, ബി സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബി സോൾവ് ചെയ്യണം, എക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്, എക്സാക്ട്ലി വൺ ഓഫ് ദം, ഒരാൾ എന്തായാലും അല്ലെ. അപ്പൊ എന്താണ്, പി ഓഫ് എന്ത് വരും, എ ഇന്റർസെക്ഷൻ ബി ബാർ. എന്താണ് ബി ബാർ കൊടുക്കുന്നത്, ബി ചെയ്യില്ല, എ സോൾവ് ചെയ്യണം, ബി ചെയ്യില്ല. നെക്സ്റ്റ് പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ആദ്യം ബിക്ക് ബാർ പിന്നെ എക്ക് ബാർ. ഓക്കെ, എക്സാക്ട്ലി വൺ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. എന്താ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ ആണ്, ബിക്കോസ് ഇൻഡിപെൻഡന്റ് ഇവൻസ് ആയതുകൊണ്ട്. ഇത് പി ഓഫ് എ ബാർ ഇൻറ്റു പി ഓഫ് ബി ആണ്, ഇവിടെയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആയതുകൊണ്ട് മാത്രമാണ് മാറ്റി എഴുതിയത് കേട്ടോ. പി ഓഫ് എ എത്ര ആയിരുന്നു, 1/2. പിന്നെ പി ഓഫ് ബി ബാർ, എടാ ആലോചിക്കടാ, പി ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടെ 1/3 ആണ്. പി ഓഫ് ബി ബാർ എന്ന് പറയുമ്പോൾ എന്താ, 1 മൈനസ് 1/3 ആണ്, അത് 2/3 ആണ്. ഓക്കെ അല്ലേ. പിന്നെന്താ വരുന്നത്, പി ഓഫ് എ ബാർ, പി ഓഫ് എ ആണ് 1/2 അല്ലെ, പി ഓഫ് എ ആണ് 1/2, പി ഓഫ് ബി ആണ് 1/3. ഓക്കെ, പി ഓഫ് എ 1/2 ആണെങ്കിൽ പി ഓഫ് എ ബാർ എന്താ, 1 മൈനസ് 1/2 ആണ്. 1 കുറച്ചാൽ അറിയല്ലേ പറയാ. സോ 1/2 ഇൻറ്റു എന്താ, പി ഓഫ് ബി പറയുമ്പോൾ എത്രയായിരുന്നു, ഞാൻ മറന്നു, 1/3. ഓക്കെ, സോ ഗൈസ് 6 ആണ് ഡിനോമിനേറ്റർ വരിക, 2 + 1 3 ആണ്, 3/6 പറയുമ്പോൾ 1/2 ആണ് ആൻസർ വരിക. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/2 ഗൈസ്. ആൻഡ് അവർ ചാപ്റ്റർ വിച്ച് ഇസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലെ. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx മൈനസ് 3 cot xy ഇസ് ഈക്വൽ ടു sin 2x. കണ്ടാ മനസ്സിലാക്കുക, ഇത് ഏത് ഫോമാണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്. റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി. മക്കളെ ആകെ dy/dx മാത്രമേ ഉള്ളൂ, അപ്പം വേറെ കമ്പയർ ചെയ്യാൻ പോലും ആരുമില്ല. ഇവിടെ ഒരു തവണ മാത്രം ഡെറിവേറ്റീവ് എടുക്കുന്നുള്ളൂ. സോ ഓർഡർ വിൽ ബി എന്തായിരിക്കും, 1 ആയിരിക്കും. ഓർഡർ എവിടെ നിന്നാണോ കിട്ടിയത് അതിന്റെ പവർ ആണ് ഡിഗ്രി. സോ ഡിഗ്രി ഓൾസോ എത്രയാണ്, 1 ആണ്. ഓർഡറും ഡിഗ്രിയും 1 ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ, നമ്മൾ എഴുതിയില്ലേ, ക്ലിയർ, സെറ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ റൈറ്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്.
അതായത് നമുക്കറിയാം ഈ സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ IF ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇക്വേഷൻ ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ പി പറയുമ്പോൾ എത്രയാണ് ഇവിടെ? എടാ ആലോചിക്കടാ, പി വൈ ഇസിക്വൽ ടു ക്യൂ ആണ്. പി പറയുമ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് ആണ്. സോ പി പറയുമ്പോൾ -3 കോട്ടെക്സ് ആണ് ഇവിടുത്തെ പി വരിക കേട്ടോ. -3 കോട്ടെക്സ് ഡി എക്സ്. -3 പുറമേക്ക് എടുക്കുക, ഇന്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് വരും. ഇപ്പൊ e⁻³ ഇന്റഗ്രൽ കോട്ടെക്സ് എന്താ? അത് ലോഗ് മോഡ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഈ -3 കൊണ്ടുപോയിട്ട് ഈ സൈൻ എക്സിന്റെ മേലിട്ടാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? ലോഗ് x⁻m എന്ന് പറഞ്ഞാലും m ലോഗ് x പറഞ്ഞാലും സെയിം ആയതുകൊണ്ട്. അപ്പൊ e⁻log സൈൻ എക്സ് (3) വന്നു. ഈയും ലോഗും ഒരുമിച്ച് അങ്ങ് ഒഴിവായി പോവും. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സൈൻ എക്സ് (3) മാത്രമാണ് നമ്മുടെ IF ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? 1/sin x (3) എന്ന് എഴുതാം. ഓർ യു ക്യാൻ റൈറ്റ് 1/sin³ x എന്ന് എഴുതാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല, എഴുതാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആവശ്യം ജനറൽ സൊല്യൂഷൻ ആണ്. നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. എന്താ ഫോർമുല ഫോർ സൊല്യൂഷൻ? തേർഡ് ക്വസ്റ്റ്യൻ അല്ലേടാ. y into IF is equal to integral of q into IF into dx plus e ആണ്. IF എന്ന് പറയുമ്പോൾ sin x (3) ആണ്. Q എത്രയായിരുന്നു? ഇവിടെ Q പറയുമ്പോൾ ഈക്വൽ ടുന്റെ അപ്പുറത്തുള്ള ആളാണ്. ഹിയർ ഇറ്റ് ഈസ് sin 2x. അപ്പം sin 2x ഇൻറ്റു IF എന്ന് പറയുമ്പോൾ എത്രയാ? നിങ്ങൾക്ക് ഇതിൽ ഏതും ചൂസ് ചെയ്യാം. ഞാൻ ഇത് ചൂസ് ചെയ്യട്ടെ. 1/sin x (3) dx plus e. സോ y ഇൻറ്റു sin x (3). ഇവിടെ sin 2x എന്ന് പറയുമ്പോൾ 2sin x cos x ആണ്. അടിയിൽ sin x (3) dx plus c. ഒരു sin x-ഉം sin x (3) ഒരു sin x-ഉം പോയി. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുക? y ഇൻറ്റു sin x (3) is equal to integral of എന്ത് വരും? 2 ഇൻറ്റു, നോക്ക് ഇവിടുന്ന് ഒരു സൈൻ എടുക്കും, 2 സൈൻ ബാക്കിയുണ്ട്. കോസ് ബൈ സൈൻ പറയുമ്പോൾ കോട്ട് അല്ലേ, പിന്നെ ഒരു സൈൻ അടിയിലല്ലേ. 1/sin പറയുമ്പോൾ കൊസീക്ക് അല്ലേ, dx plus c. സോ y ഇൻറ്റു sin x (3). 2 പുറമെ എടുക്കുവാണെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ കോട്ട് എക്സ് കൊസീക്സ് dx എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. അത് -2 കൊസീക് എക്സ് അല്ലേ. ഈ 2 പുറമേ ഉണ്ട്. നമുക്ക് ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറയുമ്പോൾ അത് മൈനസ് കൊസീക് എക്സ് അല്ലേ. 2 പുറമേ ഉള്ള 2 ആണ് അല്ലെ. ഇത് മാത്രം ആലോചിക്കുക, എത്രയാ? മൈനസ് കൊസീക് എക്സ് ആണ്. ഇത് നമുക്ക് എന്ത് കിട്ടി? ജനറൽ സൊല്യൂഷൻ കിട്ടി. നമുക്കത് മാത്രം പോരാ, കണ്ടീഷൻ ഗിവൺ ആണ്. വെൻ y equal to 2 and x equal to π/2 എന്ന് പറയുന്നുണ്ട്. y 2 ആണ്, x എന്താണ്? π/2 ആണ്. അത് കണ്ടീഷൻ കൊടുക്ക്. 2 ഇൻറ്റു sin π/2 (3) -2 ഇൻറ്റു കൊസീക് π/2 പ്ലസ് c. സൈൻ π/2 പറയുമ്പോൾ 1 ആണ്. 1⁻³ ഇത് 1 തന്നെയാണ്. 1⁻² എന്ത് വന്നാലും 1 അല്ലേ. ഇപ്പൊ 2 ഇൻറ്റു 1 2 ആണ്. -2 ഇൻറ്റു കൊസീക് π/2 പറയുമ്പോൾ അതും 1 ആണ്. സൈൻ്റെ റെസിപ്രോക്കൽ അല്ലേ, പ്ലസ് സി. ഇതിപ്പുറം പോകുമ്പോൾ 2 + 2 എന്ത് വരും? 4 വരും. സിയുടെ വാല്യൂ 4 ആണ്. ഇപ്പൊ കൊടുക്കുക. y ഇൻറ്റു sin x (3) is equal to -2 cosec x plus 4. നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻസ് ഫ്രം 17 to 20 ആണ്. ക്യാരീസ് 6 scores ഈച്ച്. ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡിറ്റർമിൻസ് അടക്കം നമ്മൾ 6 മാർക്കിന്റെ LPP ക്വസ്റ്റ്യൻ അടക്കം വരുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം അല്ലെ. അതായത് കൺസിഡർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. x minus y plus 2z is equal to 1, 2y minus 3z is equal to 1, 3x minus 2y plus 4z is equal to 2. Write the matrix form ax equal to b പറഞ്ഞിട്ട് മക്കൾ എഴുതുക. മിസ് വേഗം എഴുതി പോവാം അല്ലെ, ഒരുപാട് സമയം കളയണ്ടല്ലോ. a into x equal to b നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കോഎഫിഷ്യൻസ് ഓഫ് ഇക്വേഷൻസ് 1, -1 2, 0 2, -3 3, -2 4. എക്സ് പറയുമ്പോൾ ആരാണ്? എക്സും വൈയും സെറ്റും. ബി പറയുമ്പോൾ ഈക്വലിന് അപ്പുറത്തുള്ള 1 1 2. സോ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താ ആവശ്യം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം 1/determinant of a into adjoint of a ആണ്. നമ്മുടെ എ പറയുമ്പോൾ ആരാണ്? ഈ 1 -1 2 ഈ സംഭവമാണ് നമ്മുടെ എ മെട്രിക്സ് എന്ന് പറയുന്ന ആള്.
ഓക്കെ, ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. എ മെട്രിക്സ് എന്തായിരുന്നു? 1 -1 2 0 2 -3 3 -2 4. നമ്മുടെ എന്താണ്? എ മെട്രിക്സ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റോ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സൈന് വരിക മൈനസ് പ്ലസ് മൈനസ് ആണ്. ഓർമ്മയില്ലേ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇത് ഓർമ്മിക്കണേ. ഫസ്റ്റ് എലമെന്റ് 0 ആണ്, മൈൻഡ് ആക്കണ്ട. സെക്കൻഡ് എലമെന്റ് 2 ആണ്. അപ്പൊ 2 × 2 ഉൾപ്പെടുന്ന റോവും കോളം ഒഴിവാക്കുക. 4 -6 പറയുമ്പോൾ -2 ആണ്. പ്ലസ് എന്താണ്? -3 മൈനസ് പറയുമ്പോൾ പ്ലസ് അല്ലേ? +3 × റോ കോളം ഒഴിവാക്കുന്നു. -2 + 3 എന്നാ വരിക. അത് എത്രയാണ്? 1. സോ -4 + 3 പറയുമ്പം -1 ആണ് മക്കളെ ഡിറ്റർമിനന്റ് കിട്ടുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആവശ്യം എന്താണ്? കോ ഫാക്ടേഴ്സ് ആണ്. മിസ് മൈനേഴ്സ് എഴുതി കാണിക്കുന്നില്ല, കോ ഫാക്ടേഴ്സ് മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് അങ്ങ് സമയം ലാഗ് അടുപ്പിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിപ്പിച്ചതാണ് നിങ്ങളെ. നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസും ആണ്. നമുക്കത് സ്പീഡ് ആക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കോ ഫാക്ടർ മിസ് A11 A12 A13 A21 A22 A23 A31 A32 A33. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പറയുന്നത് A12 A21 A23 A32. ഈ കേസിൽ മാത്രമാണ് മൈനേഴ്സിന്റെ സൈൻ റിവേഴ്സ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിലും മൈനറും കോഫാക്ടർ സെയിം ആണ്. നിങ്ങൾ മൈനറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ കാണുന്ന സിമ്പിൾ കാണുമ്പോൾ സൈൻ റിവേഴ്സ് ചെയ്തിട്ട് മാത്രം കോഫാക്ടറിലേക്ക് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 8 -6 പറയും 2 ആണ്. ഇവിടെ സൈൻ ഒന്നും മാറ്റണ്ട. ഈ കാണുന്ന ബ്ലൂ ലൈറ്റിൽ മാത്രം മാറ്റിയാൽ മതി. സോ ഇവിടെ ആണെങ്കിൽ റോക്കൾ ഒഴിവാക്കുന്നു. 0 -9 അല്ലേ? +9 ആണ് വരിക. പക്ഷെ മൈനസ് ആക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് 0 -6 ആണ്. അത് -6 വരും. ഒന്നും ചെയ്യണ്ട. ഇതാണ് 2 1 റോക്കൾ ഒഴിവാക്കുന്നു. -4 -4 എന്താ? 0 ആണ്. 0 ആയതുകൊണ്ട് സൈൻ മാറ്റാനില്ല. നെക്സ്റ്റ് A22 പറയുമ്പോൾ ഇതാ എലമെന്റ്. 4 -6 പറയുമ്പോൾ -2 ആണ്. സൈൻ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. A23 -2 + 3 ആണ്. എത്ര വരിക? അത് 1 ആണ്. പക്ഷെ എന്ത് ചെയ്യണം? സൈൻ മാറ്റണം, മൈനസ് ആക്കുക. നെക്സ്റ്റ് 3 -4 -1 ആണ്. നിങ്ങൾ എഴുതി പോവാട്ടെ മക്കൾ, ഒരുപാട് അങ്ങ് മിസ്സിൽ ആഘടിപ്പിക്കുന്നില്ല. 3 2 പറയുമ്പോൾ ഇതാണ് -3 വരും. സൈൻ മാറ്റണം, +3 ആക്കണം അല്ലേ? നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് ഇത് 2 -0 2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ് എഴുതി വെക്കുന്നു. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് എഴുതി വെക്കുക. ആരൊക്കെയാണ്? 2 ഉണ്ട്, -9 ഉണ്ട്, -6 ഉണ്ട്, 0 ഉണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട്, പിന്നെ -1 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത അഡ്ജോയിന്റിന്റെ മെട്രിക്സ് എഴുതുന്നു. അഡ്ജോയിന്റ് പറയുമ്പോൾ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഫസ്റ്റ് റോ എന്ത് ചെയ്യുക? ഫസ്റ്റ് കോളം ആക്കുക. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക. തേർഡ് റോ എന്ത് ചെയ്യുക? തേർഡ് കോളം ആക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? എ ഇൻവേഴ്സ് പറയുമ്പം 1 ഡിറ്റർമിനന്റ് ഓഫ് A × അഡ്ജോയിന്റ് 2 0 -1 -9 -2 3 -6 -1 2. അതായത് -1 1/-1 പറയുമ്പോൾ -1 ആണ്. അതിനെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, കഴിഞ്ഞല്ലോ. സോ -2 0 1 9 2 -3 6 1 -2 കിട്ടും. ഓക്കെ അല്ലേ? നമുക്കിനി ആവശ്യം എക്സ് ആണ്. എക്സ് ഈക്വൽ ടു മക്കളെ A ഇൻവേഴ്സ് × B ആണ്. A ഇൻവേഴ്സ് പറയുമ്പോൾ -2 0 1 9 2 -3 6 1 -2 ആണ്. ഇൻറ്റു B എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? B മെട്രിക്സ് നമ്മുടെ 1 1 2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇത് -2 0 2. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ? 9 2 -6. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 6 1 -4. അപ്പൊ ഇത് 0 ഇത് 5 ഇത് 3. അപ്പൊ ഇത് എക്സ് ഇത് വൈ ഇത് സെറ്റ്. അപ്പൊ എക്സ് 0 ആണ്, വൈ 5 ആണ്, സെറ്റ് എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. ഇതാണ് റൈറ്റ് ആൻസർ. ചെക്ക് ചെയ്ത് നോക്കണേ. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ടു ദ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് dy/dx ഓഫ് ദ ഫോളോയിങ് ആണ്. അതായത് എന്താണ്? ഓക്കെ, ഓരോ കേസിലും പറയുന്നുണ്ട് അല്ലെ. sin² x + cos² y = 2 ആണെങ്കിൽ dy/dx നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് sin² പറയുമ്പം 2 sin x ആണ്.
ഇൻറ്റു എന്ത് ചെയ്യണം, സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ് എടുക്കാൻ മറക്കരുത്. ഡെറിവേറ്റീവ് ഓഫ് കോസ് സ്ക്വയർ വൈ പറയുമ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് ഡെറിവേറ്റീവ് എടുക്കുക കേട്ടോ. അപ്പൊ 2 കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ പറയുമ്പോൾ മൈനസ് സൈൻ വൈ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഡി വൈ ബൈ എക്സ് വേണം. ഡെറിവേറ്റീവ് ഓഫ് 2 എന്താ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. അപ്പൊ നമുക്ക് എഴുതുമ്പം 2 സൈൻ എക്സ് കോസ് എക്സ് മൈനസ് 2 കോസ് വൈ സൈൻ വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇയാളെ കംപ്ലീറ്റ് അപ്പുറത്തേക്ക് തട്ടുമ്പോൾ എന്താ പറയുക, 2 സൈൻ എക്സ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു 2 കോസ് വൈ സൈൻ വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി വൈ ബൈ എക്സ് മാത്രം വെച്ചിട്ട് ഇയാളെ കംപ്ലീറ്റ് ഇപ്പുറത്ത് കൊണ്ടുവരിക. നമുക്ക് എന്ത് വരും, 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ എന്ത് വരും, 2 സൈൻ വൈ കോസ് വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പം വൈ ഇസ് ഈക്വൽ ടു എന്താണ്, സൈൻ എക്സ് ഓൾ റേസ് ടു കോസ് എക്സ് ആണ് വരിക. രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗ് എടുക്കുന്നു. ഇപ്പൊ ലോഗ് വൈ ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്താ വരിക, ലോഗ് ഓഫ് എ റേസ് ടു ബി ആണ്. സോ വി ക്യാൻ റൈറ്റ് ബി ലോഗ് എ, അതായത് കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഡെറിവേറ്റീവ് ത്രൂ ഔട്ട് എടുക്കുക, വിത്ത് എക്സ് എടുക്കുക കേട്ടോ. സോ 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്, പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യാം. അതായത് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് പറയുമ്പം 1 ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്, പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് പറയുമ്പോൾ എന്താ, ഇൻറ്റു മൈനസ് സൈൻ എക്സ് വരും. സോ ഡി വൈ ബൈ ഡി എക്സ് വെച്ചു. ഈ 1 ബൈ വൈയിലെ വൈ അപ്പുറം പോകുമ്പം വൈ ആക്ച്വലി എന്താണ്, സൈൻ എക്സ് ഓൾ റേസ് ടു കോസ് എക്സ് ആണ്. ഓക്കെ, കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ, ബൈ സൈൻ സ്ക്വയർ എക്സ്, ബൈ സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. മൈനസ് എന്താണ്, സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റൻ ആണ്. ഇത് വലിയ ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ഡിഫറൻഷ്യബിലിറ്റി ക്വസ്റ്റൻ ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുണ്ട് അല്ലേ. എന്താണ്, വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം. എല്ലാം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊക്കെയാ ഡി വൈ ബൈ ഡി എക്സ് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പറയുമ്പോൾ 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ മിസ് എന്ത് ചെയ്യുന്ന ഒന്നിത് മാറ്റി എഴുതുവാണ്. ഇയാൾ ഇപ്പുറം വരുമ്പം റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ആണ് ശരിയാ. ഞാൻ എന്ത് ചെയ്തു, 2 ഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ റൂട്ട് പോയി, ഇപ്പുറത്ത് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് വന്നു, ഇപ്പുറത്ത് 0 എന്ന് വന്നു. ഡെറിവേറ്റീവ് അല്ലേ എടുത്തിരിക്കുന്നത് അല്ലേ. നോക്കിക്കാൻ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇപ്പുറത്ത് ഇവിടെ 1 ആണ്, ഇവിടെ സ്ക്വയറിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1 ആണ്. നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി പോവാണ് 2 സൈഡിലും. അപ്പൊ എന്താ ചെയ്യുക, ഞാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 2x പ്ലസ് എന്താണ് ഈ കാണുന്ന 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എന്താ ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ ബൈ എക്സ് പറയുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 1 0 വരും. ഓക്കെ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയൊക്കെ കുറെ ആൾക്കാർ കണ്ടതുകൊണ്ട് ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് മാത്രമേ എന്ത് ചെയ്തു, ത്രൂ ഔട്ട് 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് കട്ട് ചെയ്തു. ഇപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും, അത് ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് മാറും. ഇപ്പുറത്തുള്ള 2 പോവും. സോ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മാത്രം പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടായിരിക്കും. ഇവിടെ നിന്നും എന്ത് ചെയ്തു, 2 ഡി വൈ ബൈ എക്സ് പോയി കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വന്നു, ഇപ്പുറത്ത് 0. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. യെസ്, അത്ര ഉള്ളു ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണ്, ഇന്റഗ്രൽസിലേക്ക് വരികയാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡി എക്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി പോന്നേ, ഇതിനെ മാറ്റുന്നു. എങ്ങനെ എഴുതും, എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 1 എഴുതി. നമുക്ക് എങ്ങനെ എഴുതാം, 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. എക്സ് നമ്മൾ 2 കൊടുക്കുമ്പം 1 ഇസ് ഈക്വൽ ടു എ 0 ആയി പോവല്ലോ, ബി എന്താ 2 മൈനസ് 1 1 വരും, ബി 1 എന്ന് കിട്ടിയില്ലേ. എക്സിന് മക്കള് 1 കൊടുക്കുമ്പം 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് 2 മൈനസ് 1, ഇവിടെ ബി എന്തായി 0 ആയി. സോ മൈനസ് 1 ഇൻറ്റു എ 1 ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താണ്, -1.
അത് കൊടുത്താൽ മതി, കഴിഞ്ഞു. ഇന്റഗ്രൽ a/x-1 പറയാം, -1/x-1 b1 dx. That is integral 1/x-1 dx plus integral 1/x-2 dx ആണ്. So minus log mod x-1 plus log mod x-2 plus ചെയ്യാ വരിക. ഇത് കാണുമ്പോൾ ഇല്ലടാ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി പറയുമ്പോൾ ലോഗ് ഓഫ് എ ബൈ ബി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് ഓഫ് x-2 ബൈ x-1 പ്ലസ് സി ആയിരിക്കും ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ഓഫ് ആൻസർ എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നിങ്ങൾ വേണം എന്നൊക്കെ ഞാൻ പറയില്ല കേട്ടോ, നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് ഇന്റഗ്രൽ 0 to π/2 ആണ്. എന്താണ്? ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, സൈൻ എക്സ് ഡി എക്സ് ആലോചിക്കുക മക്കളെ. എനിക്ക് 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എനിക്ക് 0 to a എന്താണ്? എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണ് ആസ് പെർ ദ പ്രോപ്പർട്ടി. ഇതിനെ മിസ് എന്ത് ചെയ്യാം? ഐ എന്ന് വിളിക്കാം. സോ ഐ ഇസ് ഈക്വൽ ടു മാറ്റി എഴുതാം 0 to π/2 ലോഗ് ഓഫ് സൈൻ ഓഫ് π/2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എടാ സൈൻ π/2 എന്താടാ? സൈൻ π/2 മൈനസ് എക്സ് എന്താടാ? അത് കോസ് എക്സ് അല്ലേ? അപ്പൊ ലോഗ് കോസ് എക്സ് ഡി എക്സ് എന്നായി. ഓക്കെ, ഇത് രണ്ടും ഐ അല്ലേ? മിസ് എന്ത് ചെയ്തു? ഇതും കൂടെ കൂട്ടുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂട്ടുമ്പോൾ ഐ പ്ലസ് ഐ 2i എന്ന് വന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുമ്പോൾ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്, ഇപ്പുറത്ത് ലോഗ് കോസ് എക്സ് ഡി എക്സ്. കമ്പൈൻ ചെയ്ത് കൂട്ടിയാൽ പോരെ. അപ്പൊ ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഡി എക്സ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ഇൻറ്റു ബി ആണ്. അപ്പൊ ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് വന്നു. ഓക്കെ, നമുക്കറിയാം സൈൻ 2x പറയുമ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇപ്പൊ സൈൻ എക്സ് കോസ് എക്സ് പറയുമ്പോൾ എന്താ? സൈൻ 2x/2. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ? സൈൻ 2x/2 എന്ന് എഴുതാം, ഡി എക്സ് എന്ന് എഴുതാം. സൈൻ 2x/2 എഴുതാം, ഒരു 1/2 സൈൻ 2x എഴുതിയാലും കുഴപ്പമില്ല. കുറച്ച് ലെങ്തി ആണല്ലോ, നമുക്ക് ചെയ്യാൻ കുറച്ച് അധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് മാറ്റി എഴുതി കാണിക്കാം. 0 to π/2 എന്ന് വന്നു. ലോഗ് ഓഫ് ഇതില്ലേ നോക്കിക്കേ, സൈൻ 2x ഉണ്ട്, കൂടെ എന്താണ് മക്കളെ? /2 ഉണ്ട്. ഈ സൈൻ 2x/2 എന്ന് എഴുതാം മക്കൾക്ക്, അല്ലെങ്കിൽ 1/2 സൈൻ 2x എന്ന് എഴുതാം. അപ്പൊ ഇത് ലോഗ് എ ബി ആണ്. അപ്പൊ ലോഗ് എ പ്ലസ് ലോഗ് ബി പറഞ്ഞ ഫോമിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ലോഗ് 1/2 ഡി എക്സ് പ്ലസ് 0 to π/2 ലോഗ് ഓഫ് സൈൻ 2x dx പറഞ്ഞ ഫോമിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ലോഗ് ഓഫ് എ ഇൻറ്റു ബി പറയുമ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി പറഞ്ഞ ഫോമിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് ഭാഗത്തും ഇന്റഗ്രേഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. എടാ ലോഗ് 1/2 പറയുമ്പോൾ ഇങ്ങനെ മാറ്റി എഴുതുക. ഈ ലോഗ് 1/2 പറഞ്ഞാലും ലോഗ് 2⁻⁻1 പറഞ്ഞാലും സെയിം ആണ്. ഈ മൈനസിന് പുറത്തേക്ക് കൊടുത്താലും കുഴപ്പമില്ല അല്ലെ? നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 0 to π/2 മൈനസ് ലോഗ് 2 ഡി എക്സ് എന്ന് എഴുതാം. ഇതെന്താ? 0 to π/2 ലോഗ് സൈൻ 2x dx എന്ന് വന്നു. ഇപ്പൊ 2i is equal to മൈനസ് ലോഗ് 2 പുറമേക്ക് എടുക്കുക, dx ഫ്രം 0 to π/2 കൊടുക്കുക. സൈൻ 2x dx അല്ലേ, അതുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? ഞാൻ 2x ഇല്ലേ, ഈ 2xന് പകരം മിസ് എന്ത് ചെയ്തു? t എന്ന് കൊടുത്തു. 2x എന്ത് ചെയ്തു? t എന്ന് കൊടുത്തു. ഇപ്പൊ ലിമിറ്റ് ഒക്കെ മാറ്റണേ. 0 to π/2 അല്ല വരെയാ. എടാ എക്സ് 0 ആണെങ്കിൽ ടി എന്താ വരിക? 2 × 0 0 ആണ്. എക്സ് π/2 ആണെങ്കിൽ ടി പറയുമ്പോൾ 2 × π/2 പയ്യാ വരിക. ലോഗ് ഓഫ് സൈൻ 2xന് പകരം ടി ആണ്. ഡി എക്സിന് പകരം എന്താ വരിക? നോക്കിക്കേ, 2x ടി ആണെങ്കിൽ ഡി ടി പറയുമ്പോൾ എന്താ വരിക? ആലോചിക്ക് എന്താ വരിക? ഈ 2x പറയുന്ന സമയത്ത് നമ്മൾ ടി കൊടുത്തു. അപ്പൊ ഡി എക്സ് പറയുമ്പം എന്താ വരിക? ആലോചിക്കടാ, ഡി ടി എന്ന് പറയുമ്പം 2 ആണ്. അപ്പം 2dx അല്ലേ? ഡി ടി is equal to 2dx ആണ്. ഇവിടെ ഡി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു /2 ആഡ് ചെയ്യേണ്ടി വരും. ഈ /2 മിസ് പുറത്തേക്ക് കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ സമ്മതനല്ലേ? ഓക്കെ, ഡി ടി ഉണ്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് ചെയ്യാം. 2i is equal to മൈനസ് ലോഗ് 2 ലിമിറ്റ് കൊടുത്തോ. dx ഇന്റഗ്രൽ dx പറയുമ്പോൾ എന്താടാ?
ഇത് ഡി എക്സ് അല്ലേ. ഓക്കെ, ഇന്റഗ്രൽ ഡി എക്സ് പറയുമ്പോൾ എന്താണ്? എക്സ് ആണ്. എക്സിന് π/2, എക്സിന് 0, π/2 -0 വരും. 1/2 എടാ ഇന്റഗ്രൽ 0 to π log sin t dt എന്ന് വന്നു അല്ലേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാം. ഒരു പ്രോപ്പർട്ടി കൊണ്ട് മിസ് എല്ലാം മാറ്റി തരാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്ത് വരും? 2i is equal to -log 2 π/2. എങ്ങനെ വരിക മക്കളെ? ശ്രദ്ധിക്കുക, ഇവിടെ π/2 വന്നത് മാത്രം, വേറൊന്നും കൊണ്ടല്ല. പ്ലസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π log sin dt ആണ്. ഇവിടെ മിസ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ, ഇവിടെ ഒരു പ്രോപ്പർട്ടി മിസ് പറയാൻ വേണ്ടി പോവാണേ. ഞാൻ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി പോകണ്ട. ഞാൻ ആൻസർ എഴുതി സ്പീഡ് പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇന്റഗ്രൽ 0 to 2a f of x dx പറയുമ്പോൾ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a f of x dx ആണ് അല്ലേ. അത് പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം, ഇയാളെ മാറ്റാം. ഇവിടെ 2a സ്ഥാനത്ത് π ആണ്. അപ്പം 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a പറയുമ്പോൾ പൈന്റെ പകുതി π/2 log sin t dt. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, വേറെ ഒന്നുമില്ല. ഈ 2 കട്ടായി പോയി. ഇപ്പൊ 2i is equal to -log 2 ഇൻറ്റു π/2. ഇതെന്താ മക്കളെ? ഈ സാധനം എന്താ ഫസ്റ്റ് കൊടുത്തത്? 0 to π/2 log sin x dx i ആണെങ്കിൽ സെയിം i തന്നെയാണ് ഇത്. ഈ i ഇപ്പുറം പോകുമ്പോൾ 2i - i പറയുമ്പോൾ i ആണ്. i is equal to -log 2 π/2. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നോക്കട്ടെ. ഓക്കെ, നമുക്ക് എന്താ കിട്ടുക? i is equal to -π/2 log 2 ആയിരിക്കും ഫൈനൽ ആൻസർ വരിക. And then we are moving to the last question guys. നമ്മുടെ സ്വന്തം LPP ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ LPP ആണ്. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z equal to 3x plus 2y ആണ്. കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ മാക്സിമം ഇവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഞാൻ വയ്ക്കാം മാക്സിമൈസ് എവിടെയെങ്കിലും നല്ലിക്കായിരുന്നു. സോ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം. എന്താണ്? മാർക്ക് ദ ഫീസിബിൾ റീജിയൻ ആണ്. അപ്പോൾ വരച്ച് കാണിക്കണം. ഫസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക? ഇൻഇക്വാലിറ്റി ചെയ്ത് വെച്ചേ. x plus 2y less than equal to 10, 3x plus y less than equal to 15. ഇവർ രണ്ടുപേരും എന്താണ്? സൊല്യൂഷൻ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഇൻഡിക്കേഷൻ മാത്രമാണ്. നമ്മൾ ഈക്വൽ ടു സിമ്പിളിലേക്ക് മാറ്റുന്നു. ഇയാളെയും മാറ്റുക. എക്സും വൈയും പോയിന്റ്സ് എടുക്കും. x 0 ആണെങ്കിൽ 2y 10, y 5, y 0 ആണെങ്കിൽ x 10. ഇവിടെ എക്സും വൈ എടുക്കുമ്പോൾ x 0 ആണെങ്കിൽ y 15, y 0 ആണെങ്കിൽ x എന്താണ്? 5 ആണ് അല്ലേ വരെയാ. അപ്പൊ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഗ്രാഫ് വരക്കുക. ഓക്കെ, ഇത് 0 ആണ്. 5, 10, 15, 20. 5, 10, 15, 20. സോ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് 0ൽ 5, സെക്കൻഡ് പോയിന്റ് ഏതാണ്? 10, 0. രണ്ടും കൂടെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലത്തെ ഒരു ലൈൻ സെഗ്മെന്റ് വരക്കുക. ഓക്കെ, അപ്പൊ തന്നെ എന്റെ പേര് കൊടുക്കുക മക്കളെ. പേരെന്താണ് ഇതിന്റെ? x plus 2y equal to 10 ആണ് പേര്. ഇനി അടുത്ത പറയുന്ന സമയത്ത് 0ൽ 15, പിന്നെന്താണ്? 5ൽ 0. ഈ പോയിന്റ്സ് എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിച്ച് വരക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് പേര് കൊടുക്കുകയാണ്. എന്താണ്? 3x plus y is equal to 15 കൊടുക്കുകയാണ്. നമുക്ക് ട്രൂ ഓർ ഫോൾസ് നോക്കണം അല്ലേ. എന്താണ്? 0 0 പറഞ്ഞ പോയിന്റ് മിസ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 0 plus 0 പറയുമ്പം ലെസ് താൻ ഇക്വൽ 10 വരിക. ഇതെന്താണ്? ട്രൂ ആണ്. ഇവിടെ കൊടുക്കുന്ന സമയത്ത് 0 plus 0 ലെസ് താൻ ഇക്വൽ 15 ആണ്. ഇതും എന്താ മക്കളെ? ട്രൂ ആണ്. അപ്പൊ മനസ്സിലായി, രണ്ടിന്റെയും സൊല്യൂഷൻ വരിക 0 0 എന്ന് പറയുന്ന ഈ ഒറിജിൻ പോയിന്റ് ഉൾപ്പെടുന്ന റീജിയൻ ആണ് വരിക. അപ്പൊ രണ്ടിന്റെയും ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്ത് ചെയ്യുക? സൊല്യൂഷൻ വരുന്നുണ്ടാവുക. അത് നോട്ട് ചെയ്യണേ. ഇതിന്റെ 0 0 ഉൾപ്പെടുന്ന റീജിയൻ, ഇതിന്റെയും 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഉൾപ്പെടുന്ന റീജിയൻ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന പോർഷൻ ആയിരിക്കും മക്കളെ എന്ത് വരിക? സൊല്യൂഷൻ വരിക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മായ്ച്ച് കളയാൻ പറ്റും. സോ ദ കോർണർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് 0 0, ഒന്ന് 0 5, ഒന്ന് എന്താണ്? 5 0. ഓക്കെ, ഇപ്പൊ 0 0 ഉണ്ട്, 0 5 ഉണ്ട്, 5 0 ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ഓക്കെ അല്ലേ. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്?
കോർണർ പോയിന്റ്സിൽ നമുക്ക് അറിയാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫീസിബിൾ നമ്മൾ എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കോർണർ പോയിന്റ്സ് ആണ്. കോർണർ പോയിന്റ്സ് നമുക്ക് ഒന്ന് മാത്രം അറിയില്ല. പക്ഷെ നമുക്കറിയാം ഈ കാണുന്ന 3x + y = 15 എന്ന് പറയുന്ന ലൈനും അതുപോലെ x + 2y = 10 പറയുന്ന ലൈനും കൂടെ കൂടി ചേർന്നുണ്ടാകുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്. ഇപ്പൊ സോൾവ് ചെയ്യുക, 3x - x ചെയ്യുക, നമുക്കൊന്നും കിട്ടാൻ പോകണില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഭംഗിയാക്കി ഇത് മാറ്റിയാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മിസ് എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 3x + 6y = 30 വന്നു. മേലെ എന്തുണ്ട്, മറ്റേ ഇക്വേഷൻ ഉണ്ട്, അതതുപോലെ എഴുതുക. 6y - y 5y ആണ്. 30 - 15 എന്ന് പറയുന്ന സമയത്ത് അത് 15 ആണ്. y = 15/5 3 വരും. വൈയുടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് 3x + 3 = 15 വരും. 3x = 12 വരും. x = 4 വരും. സോ 4 3 ആണ് ഈ പോയിന്റ് വരിക. ഇപ്പൊ 0 0 0 5 5 0 4 3 ആണ് എന്താ കോർണർ പോയിന്റ്സ് കേട്ടോ. രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. നമുക്ക് ആവശ്യം മാക്സിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അത് എഴുതിക്കോടാ. ഏതൊക്കെയാ വരിക, 0 0 5 0 0 5 പിന്നെന്താ മിസ് പറഞ്ഞത് 4 3 പറഞ്ഞ പോയിന്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് z = 3x + 2y ആണ്. ഇവിടെ എന്താണ്, ഈ പോയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ z 0 ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 15 ആ വരിക. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 5 × 2 10 ആ വരിക. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 3 × 4 12 3 × 2 6 18 വരും. ഓക്കെ, ഇപ്പൊ 0 15 18 10 പറയുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഏതാ വരിക, 18 ആണ് മാക്സിമം വാല്യൂ വരിക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ +2 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. ഈ കാണുന്ന 3x + 2y ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നോട്ട് ഡൗൺ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഒന്നെല്ലാം ആൻസർക്ക് മാത്രം പരിശോധിക്കുക കേട്ടോ. ഓക്കെ, മെയിൻലി ആൻസർക്ക് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സൊല്യൂഷന്റെ സ്റ്റെപ്പൊക്കെ എഴുതി കാണിച്ചത്. അതിന്റെ ആവശ്യമില്ല, ആൻസർ മാത്രം നോക്കിയപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ട പേപ്പർ ആണല്ലോ. അതേപോലെ നിങ്ങൾക്ക് എത്രയാ മാർക്ക് എന്ന് മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് ഇനിയും കാണണം, ഇനിയും ബോർഡ് എക്സാമിന് ഉഷാറാക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ലവ് യു ഓൾ. ബൈ.